ഇതാണ് ഫ്ലിക്ലൂസീവിന്റെ ഫസ്റ്റ് എപ്പിസോഡ്. ചായ് ഫ്ലിക്ക് എന്ന് പറഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ക്ലയൻസിന്റെ വീഡിയോസിൽ കൂടുതലും ഞാനാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊരു സർട്ടൻ എമൗണ്ട് പറയും ആഡ് സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ ചായ് ഫ്ലിക്ക് മീഡിയ എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഓർഗാനിക് ആയിട്ടുള്ള റീച്ച് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്നെ എല്ലാവരും കണ്ടിരണം, അൽത്താഫ് എന്റെ പാർട്ണറിനെ. പക്ഷെ ഞങ്ങളിൽ മൂന്നാമതായിട്ട് ഒരാളുണ്ട്. പ്രൈമറി കോളതാണ്, പക്ഷെ സെക്കൻഡറി വേറൊരു സംഭവം ഉണ്ട് പിന്നെ മനസ്സിലായി. എന്റെ ഫീൽഡിൽ ഇപ്പൊ ഒരു 10 റീൽ സ്ക്രോൾ ചെയ്യണമെങ്കിൽ അതിൽ 1-2 അക്കു വരും. ഈ ഒരു സ്ട്രക്ചറിൽ കിടന്ന് വളർന്നുകൊണ്ടാവും ലൈക്ക് എനിക്കും ഇതന്നെ എന്നുള്ളൊരു മൈൻഡാണ്. ലൈക്ക് ബിസിനസ് ചെയ്യണം. സ്കാൻ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്കാൻ, പേ ആൻഡ് ഷോപ്പ്. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ്. കാരണം അന്ന് നമ്മൾ അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കുറെ ബിസിനസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. സോ ഇതാണ് ഫ്ലിക്ലൂസീവിന്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് ചായ് ഫ്ലിക്ക്, വൺ ഓഫ് ദ ലീഡിംഗ് മാർക്കറ്റിംഗ് കമ്പനീസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കേരള. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാർക്കും നിങ്ങൾ അറിയുണ്ടാവും, എന്നാൽ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചായ് ഫ്ലിക്ക്? ചായ് ഫ്ലിക്ക് എന്ന് പറഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ഓക്കെ, സാധാരണ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി അല്ല. കേരളത്തില് ബ്രാൻഡ്സിനും കമ്പനീസിനും വേണ്ടി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തു കൊടുത്തത് ആദ്യമായിട്ട് ഞങ്ങളാണ്. അതായത് കേരളത്തിലൊരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി ആദ്യമായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തു കൊടുത്തത് ചായ് ഫ്ലിക്ക് മീഡിയ ആണ്. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കും ഒരു സാധാരണ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷനിലൂടെയാണ്. ഇപ്പൊ പലരും എന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ ക്ലയൻസിന്റെ വീഡിയോസിൽ കൂടുതലും ഞാനാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതായത് എന്നെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പേര് എന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഒരു ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റിന്റെ നമ്മുടെ ഏറ്റവും ടോപ്പ് യൂസ് അടിച്ചേക്കുന്നത് ഗ്രാൻഡ് നമ്മുടെ ഒരു ക്ലയന്റ് ആണ്, പൊട്ടൻഷ്യൽ ക്ലയന്റ് ആണ് നമ്മുടെ. അപ്പൊ അവരുടെ ഒരു വീഡിയോയില് നമുക്ക് ടോപ്പ് വ്യൂസ് കിട്ടി. അറൗണ്ട് 300 മില്യൺ വ്യൂസ്. ഇപ്പോഴും വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓർഗാനിക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരിക്കലും നിൽക്കൂല. മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ഉള്ള ഒരു ഇൻഡസ്ട്രി ഭയങ്കര ക്രൗഡഡ് ആണ്, കോമ്പറ്റീഷൻ കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ കൊച്ചിയിൽ തന്നെ എടുത്ത് നോക്കിയാൽ 1000 അടുത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്. എന്താണ് ലൈക്ക് നിങ്ങൾ വ്യത്യാസമാക്കണം? വൈ ഷുഡ് പീപ്പിൾ ചൂസ് യു? ലൈക്ക് എന്തുകൊണ്ട് ചായ് ഫ്ലിക്കിന് ആൾക്കാർ ചൂസ് ചെയ്യണം? ഇപ്പൊ പറഞ്ഞ കൊച്ചി തന്നെ 1000-ഓളം ഏജൻസികളുണ്ടെങ്കിലും അത് രജിസ്റ്റേർഡ് മാത്രമായിട്ടുള്ള ഏജൻസികളാണ്. രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു കൂട്ടം ഒരുപാട് ഏജൻസികളുണ്ട്. 1000+ വേറെയും പോകും. കൊച്ചി മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഒരുപാടുണ്ട്, അല്ലാണ്ട് വർക്ക് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരൊക്കെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ആഡാണ് ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആങ്കറിനെ കൊണ്ടുവരും, എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ പറ്റി പറയിപ്പിക്കും. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ മേടിക്കും, നല്ല ഓയിലാണ്. ലൈക്ക് ഒരു ടിപ്പിക്കൽ ഒരു ആഡ് ഷൂട്ട് പോലെയാണ് എല്ലാം ഏജൻസികളും മിക്കതും ചെയ്തു പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല ഒരു ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡിനെ ഫോക്കസ് ചെയ്ത് ആങ്കറിനെ വെച്ചിട്ടായിരിക്കും വീഡിയോസ് ചെയ്യണം. ഒരു കഥ പറയണ പോലെ വന്നിരുന്ന് ആൾക്കാർക്ക് അത് മടുപ്പാവും. ലൈക്ക് കൂടുതലും കണ്ടന്റ് ഫോക്കസ് ചെയ്ത് എന്റർടൈൻ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതെ, എന്റർടൈൻ ചെയ്തിട്ട് ബ്രാൻഡായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത്. മനസ്സിലായില്ലേ? അതിപ്പോ ചിലപ്പോൾ ഫണ്ണി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആയിരിക്കും. അങ്ങനത്തെ കോണ്ടന്റ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി കണ്ടിരിക്കാനും പെട്ടെന്ന് ബ്രാൻഡായിട്ട് കണക്ട് ചെയ്യാനും ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഒന്നാമത് ഇപ്പോഴത്തെ സമൂഹത്തിൽ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. മനസ്സിലായ? അപ്പൊ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് കുറച്ച് റിക്വയർമെന്റ്സ് വരും. അതായത് ബ്രാൻഡിന് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യണം. ഇപ്പൊ ഒരു ഒരു വാട്ടർ ബോട്ടിലിന് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പുഷ് ചെയ്യണം. അപ്പൊ നമ്മള് ഇപ്പൊ നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതൊക്കെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് വാട്ടർ ബോട്ടിൽ അങ്ങനെ ഇത്ര രൂപ ഓഫ് ഉണ്ട്, എല്ലാവരും വന്ന് വാങ്ങിക്കുക, ലൊക്കേഷൻ കാര്യങ്ങൾ പറയാം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊരു കോണ്ടന്റ്, അതായത് ഈ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോണ്ടന്റ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഈ ബ്രാൻഡിന്റെ റിക്വയർമെന്റ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യും. അപ്പൊ ആൾക്കാര് സ്കിപ്പ് ചെയ്ത് പോകൂല.
തുടക്കത്തിൽ തന്നെ ഒരു എന്റർടൈൻമെന്റ് സംഭവങ്ങളാണല്ലോ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയാ ഈ ഒരു ബ്രാൻഡിന്റെ റിക്വയർമെന്റ്സ് നോക്കി ചെയ്യുന്നത്. അപ്പൊ ഒരു ഫണ്ണി എന്റർടൈൻമെന്റ്, അതായത് അറ്റൻഷൻ സീക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. ഈ ബ്രാൻഡിന്റെ റിക്വയർമെന്റ്സും നമ്മൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോയിട്ടില്ല. ഫുള്ളി ഓർഗാനിക് നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊരു സർട്ടൻ എമൗണ്ട് പറയും ആഡ് സ്പെൻഡ് ചെയ്യാൻ. അതാണ് നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ചെയ്യുന്നത്. പക്ഷേ ചായ്ഫ്ലിക് മീഡിയ എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഓർഗാനിക് ആയിട്ടുള്ള റീച്ച് കൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് പെയ്ഡ് അഡ്വർടൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ചെയ്യുന്ന ഒരു വ്യൂസിനേക്കാളും ഒരു 10 ഇരട്ടി നമുക്ക് എത്ര ക്ലയൻസ് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ പെയ്ഡ് ചെയ്തേക്കുന്നതാണോ? കാരണം വ്യൂസ് കണ്ടിട്ട്. കാരണം അവര് വർഷങ്ങളോളം വേറെ ഏജൻസികൾക്ക് അവർ കൊടുക്കുന്നതാണ്. ഒരു ക്ലയന്റ് ഉണ്ട്, നമ്മുടെ ക്ലയന്റ് ഇത്തിരി പൊട്ടൻഷ്യൽ ക്ലയന്റ് ആണ്. അവര് വർഷങ്ങളോളം ഒരു ഏജൻസിക്ക് തന്നെ കൊടുത്തേക്കണത്. അപ്പൊ അവർക്ക് പോലും അച്ചീവ് ചെയ്യാം. അവരെന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അത്, മാർക്കറ്റിംഗ് ഏജൻസി. പക്ഷെ അവരും നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് അവരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത്. അപ്പൊ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യൂസ് നമ്മൾ ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇവര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പെയ്ഡ് ആണ് ചെയ്യണത്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. നിങ്ങളിപ്പോ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യണത്. ഇപ്പൊ മറ്റേ ഓർഗാനിക് ആയിട്ട് വേറെ എന്തുകൊണ്ട് ആൾക്കാർക്ക് വർക്ക് ആവുന്നില്ല? ഓർഗാനിക് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങളുടെ പോലത്തെ കമ്പനീസ് ഇനി കൊച്ചിയിലുണ്ടോ? ഞങ്ങളുടെ പോലത്തെ കമ്പനീസ് കൊച്ചിയിലുണ്ടോ ചെയ്യുന്നുണ്ടോന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇപ്പൊ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും കുറെ ഏജൻസികള് കറക്റ്റ് കോപ്പി അടിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ലൈക്ക് അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു, മനസ്സിലായോ? നമ്മൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തതിനാൽ അതെന്തായാലും ഒരു ട്രെൻഡിന് വഴിയാണ് ഇപ്പൊ എന്തായാലും എല്ലാ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും എല്ലാ കമ്പനീസ് ആണെങ്കിലും പോകുന്നത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു, അത് ബാക്കിയുള്ളവർ അടിയിൽ നിന്ന് അത് കയറി വരുന്നത്. അതെ, ആപ്പിൾ പേ നമ്മുടെ വീഡിയോസിന്റെ ഹുക്കായിട്ട് ആപ്പിൾ പേ യൂസ് ചെയ്യാം. നോർമൽ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കേരളത്തിലെ വൺ ഓഫ് ദ സ്ട്രീമർ, ഗെയിമിംഗ് സ്ട്രീമർ ഈഗിൾ ഗെയിമിംഗ്, പുള്ളിയൊക്കെ റിയാക്ട് ചെയ്തു. പക്ഷെ നമുക്കൊരു ഫാൻ ബേസ് കൂടെയാണല്ലോ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ലൈക്ക് എനിക്കിപ്പോ ഇതൊന്ന് മനസ്സിലായത്, നിങ്ങൾക്ക് ക്രാക്ക് ആയെന്ന് വെച്ചാൽ ഇപ്പോ അക്കു പറഞ്ഞ പോലെ ഇപ്പൊ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പൊ ആൾക്കാരെ പഴയ പോലെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മളിപ്പോ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണ്, ഇന്ന ബ്രാൻഡ് മേടിക്കൂ, ഇന്ന പ്രൊഡക്റ്റ് മേടിക്കൂ എന്ന് പറഞ്ഞ ആൾക്കാർ എന്തായാലും സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. ഈവൻ നമ്മളിപ്പോ റീൽ കാണുകയാണെങ്കിൽ പോലും നമ്മൾ 2x ഇരുന്നിട്ടാണ് കാണുന്നത്. അത്രയും അറ്റൻഷൻ സ്പാനുള്ള ടൈമാണ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഈ എന്റർടൈൻമെന്റ് സംഭവം ഇതിൽ ഇൻജെക്ട് ചെയ്തിട്ട് ആൾക്കാരെ ടെൻഷൻ പിടിച്ച് എടുക്കാൻ നോക്കിയത്. ഗുഡ്. ഓക്കെ, ലൈക്ക് ടെൽ മീ അബൌട്ട് ദ ഫൗണ്ടേഴ്സ്. ഇതിൽ ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളത്? ഫൗണ്ടേഴ്സിന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ എന്നെ എല്ലാവരും കണ്ടിരണം, ഓൾമോസ്റ്റ് കണ്ടിരണം. കാരണം വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാനാണ് വരുന്നത്. അൽത്താഫ് എന്റെ പാർട്ണറിനെ. പക്ഷെ ഞങ്ങളുടെ മൂന്നാമതായിട്ട് ഒരാളുണ്ട്, ജമീൽ. ആരാണവൻ? ജമീൽ. ഇതിനെല്ലാം ഡയറക്ടർ ബില്യൻസ് കാര്യങ്ങളൊക്കെ പുള്ളിയാണ്, കോണ്ടന്റ് ഹെഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജമീലാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്, എന്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. ഇവന് ഞങ്ങൾ മൂന്നുപേരും ഒരേ കോളേജിൽ പഠിച്ചാണ്, പക്ഷെ ബാച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഞാൻ ബിസിനസ്, ഇവൻ സൈക്കോളജി കാര്യങ്ങൾ. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് പഠിച്ചപ്പോ ഒരേ കോളേജിലാണ് പഠിച്ചത്. നിങ്ങൾ മൂന്നുപേരും ഇതിൽ എങ്ങനെ എത്തിന്ന് പറ, ലൈക്ക് ഓരോരുത്തരായിട്ട് പറയാം. ഓരോരുത്തരുടെ എനിക്കറിയണം, ലൈക്ക് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിയത്, ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ ചാഫ്ലിക്ക് എത്തിയത്, പിന്നെ നിങ്ങൾ മൂന്നുപേരും എങ്ങനെ ഒരുമിച്ച് എത്തിയത്? അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണിയാണ്. അത് ഓക്കെ. നമ്മ +1 +2 പഠിക്കുന്ന കാലം തൊട്ട്, അതായത് നമ്മളെല്ലാരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വന്നേക്കുന്നത്. നമ്മൾ മൂന്നുപേരും +1 +2 ഞാനും ജമീലും ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ ഇരുന്നാ പഠിച്ചത്. നമുക്ക് അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ചോദിക്കണം, പൈസ ചോദിക്കണം, ആഴ്ചയിൽ ഇങ്ങനെ പൈസ ചോദിക്കണം. നമുക്ക് ഒരു തേർഡ് ഫൗണ്ടറും അൽത്താഫും. അപ്പൊ ഞാൻ എന്റെ കാര്യം ഫസ്റ്റ് പറയണം. അപ്പൊ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പൈസ വയ്ക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അപ്പോഴേ മുതൽ എന്തെങ്കിലും തുടങ്ങണം, സ്വന്തമായിട്ട് പൈസ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എന്തായാലും പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ എവിടേക്കെങ്കിലും എത്തണമെന്നൊക്കെ ഒരു ചിന്തഗതി എനിക്കുണ്ടായിരുന്നു. അപ്പൊ +2 ഹോസ്റ്റലായതുകൊണ്ട്, +2 ആയതുകൊണ്ട്, നമ്മുടെ ഏജ് അതായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും അവിടെ പോകാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് ഒരു 100 ബിസിനസ് ഐഡിയ പ്ലാൻ ചെയ്യാൻ. 16 to 22 വയസ്സുള്ള ആമ്പിള്ളേരുടെ ഡെയിലി പരിപാടിയാണ് ഒരു ചായ കുടിക്കാൻ പോവാ, അപ്പൊ ഒരു 10 ബിസിനസ് ഐഡിയ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ആരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ജമീൽ ഇങ്ങനെ പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ജമീൽ ഭയങ്കരമായിട്ട്
ഫോട്ടോഗ്രാഫി ചെയ്യും ജമീല്. ഓക്കെ. ആളുടെ ഒരു പിക്ക് OnePlus ഇന്ത്യ അല്ലേ, OnePlus ഗ്ലോബൽ, അത് ഗ്ലോബലി അത് നല്ല രീതിയിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. OnePlusന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ആ ടൈമില്. അത് നല്ല രീതിയിൽ OnePlusലാണ് ആള് ഫോട്ടോ എടുത്ത് ഭയങ്കര ഇതായത്. ആള് എന്നിട്ട് അവര് ഇൻസ്റ്റയിൽ അവര് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. OnePlus അവരുടെ ഇൻസ്റ്റയിൽ ഫീച്ചർ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇവൻ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കും. അപ്പൊ എനിക്ക് ആ സമയത്ത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ നല്ല അടിപൊളി പിക്കൊക്കെ എടുക്കാം. ആ സമയത്തൊക്കെ പറയുമ്പോ ഫോട്ടോ എടുക്കാൻ പോകുന്നൊക്കെ. അപ്പൊ അന്ന് അൽത്താഫ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാന്നുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനില്. ഓക്കെ. അപ്പൊ ഞാൻ ആ ടൈമിലാണ് ഞാൻ ഇൻസ്റ്റ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. ആ ടൈം മുതൽ അപ്പൊ ഇവനെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകും. എല്ലാ ദിവസം ഇങ്ങനെ വൈകിട്ടാകുമ്പോൾ വിളിക്കും. സ്കൂളിലാണോ കോളേജിലാണോ? ഈ +1+2 പഠിക്കുന്ന സമയത്ത്. +2. ഓക്കെ. അപ്പൊ ഇങ്ങനെ 2-3 പ്രാവശ്യം പോകുമ്പോൾ ആൾക്ക് ഭയങ്കര മടുപ്പായി തുടങ്ങി. പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര മുട പറയലേ. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് +2 ഒക്കെ കഴിഞ്ഞ് ലീവായി കോളേജിൽ കയറുന്ന ടൈമാണ്. അപ്പൊ ലൈക്ക് എനിക്കതിൽ ഡൗട്ടാണ്, നീ ജമീലിന് ഫോട്ടോ എടുത്ത് കൊടുത്തിരുന്നില്ലേ? എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ടല്ല. ഫോൺ ഉണ്ടായപ്പോഴല്ലോ ഫോട്ടോ എടുക്കാൻ അറിയണല്ലോ. അതെ. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ അറിയാം. പിന്നെ തലേക്ക് തിരിച്ചു വെച്ച് ഫോട്ടോ അടിപൊളിയാ. വരാം. അപ്പൊ കോളേജിൽ കയറുന്ന ടൈമാണ്. അപ്പൊ പിന്നെയും ഞങ്ങള് വീടിന്റെ അടുത്തടുത്തുള്ളൂ. ഇവന്റെ ആലുവാണെങ്കിൽ എന്റെ കാക്കനാട് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ജമീൽ വിളിച്ചു, എവിടെയെങ്കിലും പോവാ പുറത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോ എന്റെ മെയിൻ ഗോൾ എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കാന്നുള്ളതാണ്. പ്രൈമറി ഗോൾ അതാണ്. പക്ഷെ സെക്കൻഡറി വേറൊരു സംഭവം ഉണ്ട് എന്റെ മനസ്സിൽ. എന്താണിത്? അല്ല അത് അപ്പൊ മച്ചാനെ ഞാനിങ്ങനെ വിളിക്കും. അപ്പൊ ഇവൻ വരും. അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം പോകുമ്പോഴാണ് ഇവൻ എന്റെ അടുത്ത് പറയണത്, നമുക്ക് എന്തെങ്കിലും തുടങ്ങണ്ട, ഇങ്ങനെ കടന്നാ മതിയാന്ന് ഇങ്ങനെ പറഞ്ഞു. ജമീല് പറഞ്ഞു. ഓക്കെ കൊള്ളാം. ഇവനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആളായിട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്കിഷ്ടം മാതിരി ഫ്രണ്ട്സും കമ്പനിക്കാരുണ്ട്. എന്തുകൊണ്ട് ജമീലായിട്ട് കൂടാന്ന് വെച്ചാൽ എനിക്ക് അവന് അങ്ങനത്തെ ഒരു സാധനം കിട്ടി, ഭയങ്കര ഒരു ഇത് കിട്ടി, ഒരു പോസിറ്റീവ് സാധനം കിട്ടി. അപ്പൊ ഞാൻ ഇവനടുത്ത് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു, മച്ചാനപ്പൊ ഒരു കമ്പനിയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ആമസോണിലൊക്കെ എന്തോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, GST ഒക്കെ എടുത്ത് ആ ടൈമില്. അപ്പൊ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് 2020-21 കോളേജ് ടൈം, +2 ടൈം. +2 കഴിഞ്ഞ് കോളേജിൽ കയറാൻ നിൽക്കുന്ന ടൈം. ഓക്കെ. അപ്പൊ ഇവനിങ്ങനെ പറഞ്ഞു ഓക്കെ തുടങ്ങാന്ന് പറഞ്ഞു. പിന്നെ ആമസോണിൽ ഇനി എന്ത് ലിസ്റ്റ് ചെയ്യണമെന്നായി. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് തുടങ്ങാന്നുള്ള ഒരു ഇതായി. ലൈക്ക് ഈ ഇമോബീസിൽ അൽത്താഫും പാർട്ണർ ആവാന്നുള്ള മൈൻഡ്. അപ്പൊ ഇനി ആമസോണിൽ എന്ത് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതായി. അപ്പൊ അതിനെപ്പറ്റി ഒരുപാട് തിങ്ക് ചെയ്ത്. കാരണം എല്ലാവരും ലിസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ലിസ്റ്റ് ചെയ്താൽ അതിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല. അത് നമുക്ക് ക്ലിക്കാക്കി എടുക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിൽ അന്ന് ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എല്ലാ ദിവസം ചായ പിടിക്കാൻ പോകും. നമുക്ക് എല്ലാവർക്കും 2 പേർക്കും വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ബോംബെ കഫേ, സീപോർട്ടിലുള്ളത്. അപ്പൊ എല്ലാവരും ഞങ്ങൾ എല്ലാ ദിവസം വൈകുന്നേരം ഒരു ഈവനിങ് ആകുമ്പോൾ 6 മണിയാകുമ്പോ ബോംബെ കഫേയിൽ വരും, ചായ പിടിക്കും, പിന്നെ പ്ലാൻ ചെയ്യും. അന്ന് അക്കൂല കേട്ടോ, ഞാനും ജമീല് മാത്രം. അപ്പൊ നമ്മൾ എല്ലാ ദിവസം ഇങ്ങനെ ചായ പിടിക്കാൻ പോകും, പ്ലാൻ ചെയ്യും, ഓരോരോ സാധനമായിട്ട് വരും. ഒരു സാധനമൊക്കെ കിട്ടുമ്പോ അതിന് വലിയ ഫണ്ടൊക്കെ വരും, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അതിന് വലിയ ഫണ്ടും കാര്യങ്ങളൊക്കെ വരും, സാധനം മേടിക്കാനൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ. അതിന് നമ്മുടെ ഫണ്ട് ഒന്നുമില്ല, നമ്മുടെ 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഫ്രം സ്ക്രാച്ച്. വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചോദിക്കാനും പൈസ ഇല്ല, അവര് വീട്ടിൽ ചോദിക്കാനും പൈസ ഇല്ല. അങ്ങനെയൊക്കെ സമയത്താണ് നമ്മൾ പിന്നെ അതൊക്കെ അങ്ങനെ പോയി എപ്പോഴും പ്ലാനിങ് എടുക്കുന്നുണ്ട്. അതിനിടെ തന്നെ നമ്മൾ കോളേജിൽ കയറി അവൻ BBA എടുത്ത്, ഞാൻ സൈക്കോളജി എടുത്ത്. അങ്ങനെ ഫസ്റ്റ് ഇയർ പയ്യെ കഴിഞ്ഞ് എപ്പോഴും പ്ലാനിങ് എടുക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സെക്കൻഡ് ഇയർ ആയി പകുതി ആയപ്പോൾ നമ്മള് ജമീൽ എന്നോട് പറഞ്ഞു നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാന്ന് പറഞ്ഞു. ഇത് സെക്കൻഡ് ഇയറിൽ. ഓക്കെ. ഡ്രോപ്പ് ഷിപ്പിംഗ് ജമീലാണ് എല്ലാ ഐഡിയയും ഫ്രണ്ടിക്ക് കൊണ്ടുവരുന്നത്, എല്ലാം കൊണ്ടുവന്നേക്കുണ്ട്. അപ്പൊ ഡ്രോപ്പ് ഷിപ്പിംഗ് അന്നൊന്നും എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, പിന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ലതാണ്, അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു,
നമ്മൾ ചെയ്യാം, ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇമോബീവ്സ് തന്നെ പേജ് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഇമോബീവ്സും ലൈക്ക് ഇ കൊമേഴ്സ് ഒരു പ്ലാറ്റ്ഫോം പോലെ ബിൽഡ് ചെയ്യാനുള്ള അതെ ഒരു അങ്ങനെയായിരുന്നു. ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ലൈക്ക് 2020 to 2023 ഈ ഒരു ടൈം ഗ്യാപ്പിൽ കുറെ ആൾക്കാർ ചിന്തിച്ച ഒരു ഐഡിയ പോകുന്നുണ്ട് ഇത്, ലൈക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ്, അതെ. ആമസോൺ ഇതില് പിന്നെ ട്രേഡിംഗ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒന്നാമത്. അതെ, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇന്ന്. പക്ഷെ അന്ന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പേയ്മെന്റ് ഗേറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷെ ജമീല നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അത് ഒരു ബിൽഡ് ചെയ്ത് എടുത്തായിരുന്നു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. നമ്മളിത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഷോപ്പിഫൈയിൽ നമ്മൾ സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത്, പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നുമില്ല, നമ്മൾ വീഡിയോ എടുക്കും, വീഡിയോ എടുത്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കും. അപ്പൊ വോയിസ് ഓവർ കൊടുക്കാൻ വരെ പഠിപ്പിച്ചത് എന്നെ ജമീലാണ്, മനസ്സിലായ? അന്നൊന്നും എനിക്ക് ജമീൽ ഇതിന് ലൈക്ക് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു അറിവുണ്ടോ? അങ്ങനെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തായിരുന്നു. അത് നമുക്ക് ഷോപ്പിഫൈ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇവന്റെ ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും അപ്പൊ എന്താ വെച്ചാല് വോയിസ് ഓവർ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വരെ അറിയിച്ചെന്നത് അവനാണ്, മനസ്സിലായ? അത് ഞാൻ ആദ്യം ഭയങ്കര മടിയായിരുന്നു, എനിക്ക് വോയിസ് ഓവർ ചെയ്യാനും ക്യാമറയിൽ ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ആളിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പ്രഷർ ഒന്ന് നീ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആളൊരിക്കലും ക്യാമറ ഫേസ് ചെയ്യൂല, ഒരു ചെറിയൊരു ഇന്റർവ്യൂ ടൈപ്പാണ്. ഇതുവരെ ക്യാമറയിൽ വന്നിട്ടില്ല, നിങ്ങളുടെ ഒരു വീഡിയോസിൽ വന്നിട്ടുണ്ട് പണ്ട് കുറച്ചാള് തുടങ്ങിയ ടൈമിൽ. ഗ്രാൻഡ് എന്ന് പറഞ്ഞില്ലേ, ഗ്രാൻഡ് അവിടെ 2-3 വീഡിയോസിലായിട്ട് വന്നിട്ടുണ്ട് തുടക്കകാലത്ത്. കാരണം അന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂല്ലോ, തുടങ്ങിയത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടും ചെയ്ത് അപ്പൊ വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ റെഡിയായി. അപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയി. അതിന്റെ ഇടയിൽ ലിസ്റ്റിങ്ങിന്റെ ടൈമിലാണ് ചെറിയൊരു ടെക്നിക്കലായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്തു. പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തോണ്ടിരിക്കുന്ന പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്കൊരു ചെറിയ സ്റ്റെക്ക് വന്ന് അതിലുണ്ടാക്കും. പിന്നെ ടെക്നിക്കലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും നമുക്ക് പാടാറുണ്ട്. ടെക്നിക്കൽ ഇൻ ദ സെൻസ് ലൈക്ക് ഈ പോസ്റ്റർ ഉണ്ടാക്കല്, വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു 3ാമത്തെ ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ജമീല ഒന്നാമത് നെയ്ബർഹുഡ് ആണ്, ജമീല നെയ്ബർ ആണ്, അങ്ങനെയാണ് അക്കു സീനിൽ വരുന്നത്. അങ്ങനെയാണ് എന്റെ വരവ്. അപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും ഞാൻ സത്യം പറയണ്ടല്ലോ, എനിക്ക് കാര്യം പറയാനുണ്ട്. ഈ പണ്ട് ഞാൻ ഈ വെക്ടർ ഡിസൈൻ കാരിക്കേച്ചർ എന്നൊക്കെ പറഞ്ഞ സംഭവം ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോ. അപ്പൊ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അന്ന് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ ABX ഡിസൈൻസ് എന്ന് പറഞ്ഞ്, അല്ല അന്ന് ലൈറ്റ് ഓഫ് ഡിസൈൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ലൈറ്റ് ഓഫ് ഡിസൈൻസ്. എന്നിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില്ല. അപ്പൊ അന്ന് ഇതുപോലെ എന്താ പറയാ, ഈ കാരിക്കേച്ചർ നമുക്ക് വരക്കാം, ഫോണിൽ തന്നെ വരക്കാം, എന്നിട്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ആ ടൈമിൽ കുറച്ച് വർക്ക് കിട്ടാൻ തുടങ്ങി. അന്ന് ഈ ബൈക്ക് സ്കൂളിലായിരുന്ന ടൈമിൽ. പക്ഷെ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു എന്ത് ഇതിനകത്ത് പൈസ വാങ്ങിക്കാൻ പറ്റും, അങ്ങനെ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. ഫ്രീ ആയിട്ട് ആൾക്കാർ വന്നവർക്ക് പോണവർക്ക് എല്ലാവരും ഞാൻ ചെയ്തു കൊടുക്കും. ഇതേപോലെ ഈ പറഞ്ഞ മാതിരി എന്താ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞു. 8ാം ക്ലാസ് പഠിക്കുമ്പോ അക്കുവിനെ അന്ന് എനിക്ക് അറിയില്ല, കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഓക്കെ ഹായ് ബൈ ഒരു ബന്ധമായിരുന്നു. ഞാൻ നോക്കുമ്പോ ഞാൻ കോളേജിൽ വെച്ച് കാണുന്ന എങ്ങനെയാണെന്ന് അറിയോ, ഇന്റർവെല്ലിന് അൽത്താഫും ജമീലും എല്ലാവരും ഞങ്ങള് ക്ലാസ്സിൽ കമ്പനി അടിച്ചിരിക്കുമ്പോ ജമീല് പോകും അൽത്താഫിന്റെ അടുത്തേക്ക്, എന്നിട്ട് ഒരു പതുക്കെ ക്യാൻറ്റീനിലേക്ക് അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയാണ് ഞാൻ കാണുന്നത് ആ ടൈമില്. പക്ഷെ ബിസിനസ് സംസാരിക്കണെന്നുള്ളൊരു ഇതൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല, എവിടേക്കാ പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണോ. അപ്പൊ ഞാൻ ആ ടൈമില് ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഡിജിറ്റലി എനിക്ക് കുറച്ചും കൂടി കണക്ഷൻ ഉണ്ടായിരുന്നു ആ ടൈമില്. അങ്ങനെയാണ് പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജിലേക്ക് കയറി +2 കഴിഞ്ഞപ്പം പോസ്റ്റർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കൂടി തന്നെ എന്താ ഈ പറഞ്ഞ കുറച്ച് പോസ്റ്റേഴ്സിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി, അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി ചെറിയ രീതിയിലേക്കാണെങ്കിൽ. പിന്നെ കുറച്ച് വർക്ക് കിട്ടി. അതേപോലെ അത് കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ അത്യാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ പോസ്റ്റേഴ്സും അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തത്. ഈ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം അത് മാത്രമല്ല ജമീല് കൂടെ ഉണ്ടാവും
കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ അപ്പൊ ജമീൽ മനസ്സിലായി. നെയ്ബറും കൂടിയാണ്. ജമീൽ മനസ്സിലായി പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ് കുറച്ച് എനിക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഇപ്പൊ ജമീൽ എന്റെ അടുത്ത് ഇതുപോലെ ഒന്ന് വന്ന് പറയുകയാണ് ചെയ്തത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ നമുക്ക് ജോയിൻ ചെയ്താലോ എന്നുള്ള സംഭവം. അപ്പൊ സെക്കൻഡ് ഇയറിലാണ് അക്കു ജോയിൻ ചെയ്യണത്. പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഒരു മിഡിൽ ക്ലാസ് പയ്യൻ സ്റ്റെക്കായി നിന്ന പോലെ ഞാൻ നിന്നിട്ടുണ്ട്. കാരണം ഡിഗ്രി കഴിയുന്നില്ല, ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു തോട്ട് വരും, ഒരു വർഷം കൂടി ഉള്ളൂ, എന്ത് ചെയ്യണം, എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. കാരണം മിഡിൽ ക്ലാസ് ആയി പോയല്ലോ. അപ്പൊ വീട്ടിലെ അതിന് മാത്രം ക്യാപിറ്റലൊന്നും ഉണ്ടാവില്ല, ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ജമീൽ ഇങ്ങനെ ഒരു സംഭവം വന്ന് പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ നമുക്കൊരു പ്രതീക്ഷയില്ല, ഫ്രീലാൻസ് പോലെ ചെയ്യാം, പോണ പോലെ നമുക്കൊരു പോക്കറ്റ് മണി കിട്ടുമെന്നുള്ള, അപ്പൊ ബിസിനസ് ഒന്നുമില്ല. മനസ്സിലായി. അങ്ങനെയാണ് ജമീൽ ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ രണ്ടും നോക്കി കൈ കൊടുത്തു ജമീലിന്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൈ കൊടുത്ത്. ഇത് സെക്കൻഡ് ഇയറിൽ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ പിന്നെ ഒരു ടീമായി, നമ്മൾ 3 ടീമായി. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് കത്തിപ്പോയി. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പെരുന്നാളിന്റെ തലേന്ന് പറഞ്ഞു ആ സാധനം കത്തിയത്. ഇത് ബിസിനസ് തുടങ്ങിയിട്ട് എത്ര ഉണ്ടായിരുന്നു? സെക്കൻഡ് ഇയറിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ, തേർഡ് ഇയർ ഫസ്റ്റ് ഇപ്പൊ അല്ലെ, കറക്റ്റ് മന്തൊന്നും ഓർക്കണില്ല. ഒരു ഫസ്റ്റ് ഒക്കെ ആയപ്പോ മനസ്സിലായി. നമ്മുടെ ടീമായി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മ്യൂസിക് പ്ലെയർ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് കത്തി കയറി, നല്ല രീതിയിൽ റീച്ച് കയറി. നമ്മൾ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ നമ്മള് എന്താ പറയാ, നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല്, നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ഫിസിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതിന്റെ മനസ്സിലായല്ലോ, ഫിസിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരവസ്ഥ തന്നെയില്ല. അപ്പൊ നമ്മള് അത് മാർക്കറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ഇതേപോലെ വീഡിയോസ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും. അത് നമ്മൾ എടുത്ത് ഈ പറഞ്ഞ പോലെ അൽത്താഫ് അതിന്റെ ഇടയിൽ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ റീൽസിൽ, അപ്പൊ നമ്മള് ആ ടൈമിൽ അത് നല്ല രീതിയിൽ എൻക്വയറി വരാൻ തുടങ്ങി, നല്ല രീതിയിൽ വൈറലായി. ആ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം ഒരു പേജ് ഉണ്ടാക്കി, ലൈക്ക് അതിൽ നിങ്ങൾ പ്രൊഡക്ട്സിന്റെ വീഡിയോസ് ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, വെബ്സൈറ്റിലേക്ക് ആ ഒരു ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു സ്കീം നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇവിടെ ഇന്ത്യയിൽ ഇല്ല. അതാണ് നമ്മൾ പിന്നെ സ്റ്റക്കായി പോയി. പ്രൊഡക്റ്റ് വരുത്തിക്കണം, അതാണ്. അപ്പൊ പ്രൊഡക്റ്റ് ഇല്ലാതെ നിങ്ങൾ വീഡിയോ ചെയ്തത് ഇന്നത്തെ പോലെ അല്ലെന്ന്, ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അന്നെന്ന് പറയുമ്പോ ഈ പ്രൊഡക്റ്റ് എവിടെ നിന്ന് ആര് കണ്ടുപിടിക്കും? അപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ട് അപ്പൊ അന്ന് വീഡിയോ ഇട്ടത്? ഇത് സെല് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മളിങ്ങനെ ഇട്ട് പോവാ, ഇത് കത്തുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ശരിയാണ്, മനസ്സിലായോ? ഇതിങ്ങനെ ഇട്ട് പോവാ, എന്റെ പ്രൊഡക്റ്റ്, ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലേ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാരണം ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യണമല്ലോ. എനിക്ക് അന്ന് ആമസോണിൽ പോലും സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത് ലൈക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഐ മീൻ കുറെ ഡിമാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അന്ന് നമുക്ക് മെന്റർ ചെയ്യാനൊന്നും ആരുമില്ല, ഒന്നുമില്ല. ഇന്നത്തെ പോലെ അത്രയും ഇതല്ല അന്ന്. അപ്പൊ നമുക്കൊരു സ്പേസ് ഒക്കെ കിട്ടിയിട്ടോ. കോളേജ് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മെറ്റാ വാലി സ്പേസ് ഒക്കെ തന്നു. കോളേജിൽ തന്നെ ഇങ്ങനെ ഓഫീസ് സ്പേസ് ഉണ്ട്. അപ്പൊ കോളേജ് ചെയ്യും, അവിടെ പോയിരിക്കും. ശരിക്കും പറഞ്ഞാൽ കോളേജ് ലൈഫ് ഒക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മള് ഭയങ്കര ചുരുക്കമായിരിക്കും നമ്മള് തേർഡ് ഇയർ ഉണ്ടാവുക. കാരണം കോളേജ് കഴിഞ്ഞാൽ നേരെ ഇവിടെ നമ്മള് വീട്ടിലേക്ക് ഒരു 10 മണിക്കൊക്കെ പോയ ഒരു സമയമൊക്കെ ഉണ്ട്. കാരണം ശരിയാണ്, എന്താ പറയാ, ഒരു ബിസിനസ് ചെയ്യണ ഒരാള് കോളേജിൽ പഠിക്കണം, അതായത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഞങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാല് അപ്പൊ അതിൽ നമ്മൾ വലിയ റീച്ചായി. അപ്പൊ അത് കണ്ടിട്ട് ഒരു ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്ത്, അപ്പോ അവർക്ക് വേണ്ടിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു. അതായത് അവരുടെ പ്രൊഡക്റ്റ് ആണ്, അവരുടെ പ്രൊഡക്റ്റ് ഇത് നമ്മുടെ ചെയ്യണ പോലെ തന്നെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോസ് ചെയ്യാം. നമ്മളങ്ങനെ വീഡിയോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ പേയ്മെന്റ് കാര്യം വന്നപ്പോ വിളിച്ചിട്ട് എടുക്കണില്ല. അപ്പൊ നമ്മളെ ഈ പേയ്മെന്റ് അല്ലല്ലോ പറഞ്ഞ, ആ പേയ്മെന്റ് ആണ് പറഞ്ഞത്. നമ്മളെ കളിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പേയ്മെന്റ് തന്നില്ല. ആള് ഇതൊക്കെ സെക്കൻഡ് ഇയറിലാണ് നടക്കുന്നത്. സെക്കൻഡ് ഇയർ തന്നെ, കോളേജ് പഠിക്കുന്ന ടൈമിൽ തന്നെയാട്ടോ. അപ്പൊ അത് റീച്ചായി. സംഭവം എന്താ വെച്ചാൽ നമ്മള് തൊട്ടതൊക്കെ പൊന്നായിട്ടുണ്ട്. അല്ലെന്തല്ല അതുവരെ തൊട്ടതെല്ലാം എല്ലാം റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിക്കുമ്പോഴാണ് ഇത്. അപ്പൊ ഈ ക്ലൈന്റായിട്ട് ഇങ്ങനെ ചെയ്യാനപ്പോഴാണ് ജമീലിന്റെ ഒരു ഫ്രണ്ട്, ആളുടെ ഉമ്മാക്കൊരു ബൊട്ടീക്ക് ഉണ്ട്. അപ്പോ ആള് ജമീലിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്ത് തരുമെന്ന് വെച്ച്. അപ്പൊ ജമീൽ പറഞ്ഞു നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതും കോളേജിൽ പഠിക്കുന്ന ടൈം ഓർക്കണേ, ഒരു മാസം 30 വീഡിയോസ്, 30 കൂടുതൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു മാസം 30 വീഡിയോസ്. ഡെയിലി വീഡിയോ എടുക്കണം.
നമ്മള് എല്ലാ ദിവസവും 2 ദിവസം 3 ദിവസം ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പിന്നെ ഇവന്മാരുടെ പിന്നെ അടുത്ത സീൻ ഉണ്ടായില്ല. പക്ഷെ ചിലപ്പോ അവര് വിളിച്ചിട്ട് പറയും ഇപ്പൊ തന്നെ വന്നു പറയും. കോളേജിൽ നമ്മൾ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ഓടും. മനസ്സിലായ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ പോയി വീഡിയോസ് എടുത്ത്. അപ്പൊ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് അവരുടെ ഒന്നുമില്ല. ഈ സമയത്താണ് നമ്മുടെ ഒന്നുമില്ല. ആ സമയത്ത് ഞാന് സീറോയിലാണ് നിങ്ങള്. മനസ്സിലായ, ഒന്നുമില്ല കയ്യില്. നമുക്ക് എന്താ പറയാ, ഇൻവെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മിഡിൽ ക്ലാസ് ആണല്ലോ നമ്മള്. അന്ന് മൈക്ക് എടുത്തത് ഡെപ്റ്റിന്ന് തുടങ്ങിയത് 10,000 റുപ്പീസ് മൈക്ക്. പിന്നെ പയ്യെ പേയ്മെന്റ് വന്നനുസരിച്ച് അത് നമ്മള് നിങ്ങൾ ചെയ്യുന്ന സർവീസ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മള് റീച്ച് ആയി. മനസ്സിലായോ? ആ പൊട്ടിക്ക് 30 വീഡിയോസിൽ അതായത് അതിലുള്ള വീഡിയോസ് 30 വീഡിയോസ് അല്ലെങ്കിൽ 15 വീഡിയോസ് ഒക്കെ ആണെങ്കിൽ എല്ലാം നല്ല റീച്ച് ഉണ്ട്. മനസ്സിലായോ? നല്ല ഫോളോവേഴ്സ് കയറി, നല്ല റീച്ച് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സഫാൻ എന്ന് പറഞ്ഞത്. ആള് ഗ്രാൻഡ് ആപ്പിൾ വർക്ക് ചെയ്യുന്നതാ. ആള് 5-6-7 വർഷമായിട്ട് അവിടെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ സാറായിട്ട് സംസാരിച്ച് നോക്ക്, ഓക്കെ ആണെന്ന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആളപ്പോ തന്നെ സാറായിട്ട് സംസാരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കാൻ പോയി. മീറ്റിംഗ് ഇരുന്ന് സാറിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ച് സാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. നിങ്ങൾ ആദ്യം 2 വീഡിയോ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 2 വീഡിയോ ചെയ്ത് അത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 2 വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മള് ടിപ്പിക്കലി എല്ലാം പറഞ്ഞ പോലെ തന്നെ പ്രസന്റേഷൻ വീഡിയോസ് നമ്മൾ ചെയ്തത്. പ്രസന്റേഷൻ വീഡിയോ നമ്മൾ ചെയ്ത് ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവര് മന്ത്ലി നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അന്നാണ് നമ്മള് ശരിക്കും ഒരു ബിസിനസ് ആയിട്ട് ഫോം ചെയ്യണത്. അവിടെയാണ് ലൈക്ക് ഫസ്റ്റ് ക്ലയന്റ് ആയിട്ട്. ഫസ്റ്റ് ക്ലയന്റ് തന്നെ വന്നത് നമുക്ക് നല്ലൊരു ക്ലയന്റ് ആണ്. അതാണ് എന്റെ ആക്ച്വലി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഫസ്റ്റ് ക്ലയന്റ് ക്രാക്ക് ചെയ്തത്, അവിടേക്ക് എത്തി? ലൈക്ക് അപ്പൊ ഈ പോയിന്റിലാണ് നിങ്ങൾക്ക് ഇത് ഒരു ബിസിനസ് ആക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം, വീഡിയോ തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു, അതുവരെ നമുക്ക് എന്താണ് എങ്ങനെയാവും ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പൊ ഗ്രാൻഡ് വന്നതോടെ നമ്മുടെ ലൈഫാകെ ചേഞ്ച് ആയി. അതെ, സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്ക്. കാരണം ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഓണ്ടർപ്രണറിന് ഫസ്റ്റത്തെ ക്ലയന്റ് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ക്ലയന്റ് ആയിരിക്കും. കാരണം ചിലപ്പോ ഞാൻ പറയാം, ഇപ്പൊ ഫസ്റ്റത്തെ ക്ലയന്റ് ചിലപ്പോ ഒരുപാട് പ്രോഫിറ്റ് തന്നു വരില്ല നമുക്ക്, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. മനസ്സിലായ? അപ്പൊ അത് നമ്മളെപ്പോഴും മനസ്സിൽ വേണം. ഒരു 10 ക്ലയന്റ് കിട്ടും, ചിലപ്പോൾ ഒരു 11ാമത്തെ ക്ലയന്റിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ആ ഒരു 10 ക്ലയന്റിന്നും ബാക്കി വന്ന ഒരു 10 ക്ലയന്റിന്നും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ പഠിക്കും എന്താണ്, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ചാഫ്ലിക്ക് ആക്ച്വലി ഒരു ബിസിനസ് ആക്കാം എന്നുള്ളൊരു തോട്ട് വന്നത്. നമ്മൾ ജസ്റ്റ് ഒരു പേര് കേട്ട്. ഫസ്റ്റ് പേര് ചാഫ്ലിക്ക് എന്തായിരുന്നു? ഫസ്റ്റ് പേര് ചായ എന്നായിരുന്നു. ചായ് ഫ്ലിക്ക്. അന്ന് ചായ എന്നായിരുന്നു. ചായ ഫ്ലിക്ക് പ്രൊഡക്ഷൻസ്. ചായ ഫ്ലിക്ക് മീഡിയ എന്നല്ല, ചായ ഫ്ലിക്ക് പ്രൊഡക്ഷൻസ്. പേരൊക്കെ ആരട്ടത്? നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുക? പേരിട്ടത് എങ്ങനെയാന്ന് വെച്ചാല്, നമുക്കൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളെ ഞാൻ അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പൊ അത് നമുക്ക് വേറെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരുന്നു, നമുക്ക് കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ. ലൈക്ക് അങ്ങനെ വന്നപ്പോ ഞാൻ ജസ്റ്റ് ആളത്തെ ഒരു സജഷൻ ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പേരിടണം, എന്താ ഇടണമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഞാനപ്പോ നല്ല ക്രിയേറ്റീവ് ആയിരിക്കണം, പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് റെഫറൻസ് ആൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞു, ഫസ്റ്റ് ഫുഡിന്റെ എന്തെങ്കിലും ഒരു പേരും, പിന്നെ ബാക്കിൽ ഫ്ലിക്ക് ഓൾറെഡി ഉണ്ട്. ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊമോഷണൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫുഡ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിലുണ്ടായിരുന്നു, കോളേജിലെ ടൈമിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നതെന്ന് വെച്ചാല്, നമ്മൾ ഈ ബൊട്ടീക്കിന്റെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുമ്പോ റീച്ച് ഉണ്ടല്ലോ, റീച്ച് ഉണ്ടപ്പോ നമ്മളൊരു ടീം നമ്മളെ അപ്രോച്ച് ചെയ്ത് ഫുഡ് വ്ളോഗ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അപ്പൊ അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പേരൊക്കെ സജസ്റ്റ് ചെയ്ത് കേരള ഫ്ലിക്ക് എന്ന് പേരിട്ട് നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങി. അതായത് സാധാരണ ഫുഡ് വ്ളോഗ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ ചെയ്യാന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങി. അപ്പൊ അന്ന് സംതിങ് എനിക്ക് തോന്നുന്നു 23 ഫോളോവേഴ്സ് ഉണ്ട്. ബട്ട് അതെല്ലാം ഫേക്ക് ഫോളോവേഴ്സ് ആയിരുന്നു, ബോട്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അഫ്സൽ നമ്മുടെ വന്നിട്ട് പറഞ്ഞു, ഇന്നൊരു പ്രൊജക്ട് ഉണ്ട്, നീ വീഡിയോ ചെയ്യണം. അപ്പൊ നമ്മൾ ഓക്കെ, ലൈക്ക് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ അപ്പൊ 4 പേരായാലും പാർട്ണർഷിപ്പ് എന്നുള്ള രീതി അത് അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ വീഡിയോസ് എല്ലാം ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം റീച്ച് ആയി. നല്ല റീച്ച് ആയി. എന്നിട്ട് ഓർഗാനിക് ഉള്ള രീതി ഇത് നല്ല റീച്ച് ആയി. അത് അന്ന് കോണ്ടന്റ് ഒന്നും അല്ല കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ ചെയ്യാന്നുള്ള സെറ്റപ്പ് തന്നെ. അങ്ങനെ വന്നപ്പോ ഫോളോവേഴ്സ് നനങ്ങാൻ തുടങ്ങി. 23-24 അപ്പോഴത്തേക്കും ആള് വിളിച്ചിട്ട് പറഞ്ഞ്, ആള് പാസ്വേഡ് ഒക്കെ മാറ്റിക്കണം നമ്മുടെ കയ്യിൽ നിന്ന്.
എന്നിട്ട് പറഞ്ഞ് എന്താ പറഞ്ഞേ, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാം, നീ വേണ്ട, ആൾക്കെല്ലാം കൂടി വേണം എന്നുള്ള സെറ്റപ്പ്. ഓക്കെ ശരി എന്ന് പറഞ്ഞ് അപ്പൊ അതും അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ ഗ്രാൻഡിലേക്കൊക്കെ വന്നത്. നമ്മള് അപ്പൊ പേര് വന്ന് ഞാൻ പറഞ്ഞില്ല എന്താ എങ്ങനെയാന്ന്. അപ്പൊ ആള് നമ്മളടുത്ത് പറഞ്ഞ് ലൈക്ക് ഇങ്ങനെ ഒരു പേരിട്ട് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഫ്രണ്ടിലൊരു ഫുഡും ബാക്കിൽ ഫ്ലിക്ക് എന്നുള്ളത് ഓൾറെഡി ഉണ്ട്, കേരള ഫ്ലിക്കിന്റെ ഫ്ലിക്ക്. അപ്പൊ അങ്ങനെ നമ്മള് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോ കുറെ ഞങ്ങൾ 3 പേര് നോക്കി, പിന്നെ ജസ്റ്റ് ChatGPT കൊടുത്ത് നോക്കിയപ്പോ ചായ കിട്ടി. ഓക്കെ, ഇതിലിപ്പോ അൽത്താഫ് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നതാ, ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനീസ് ഫേസ് ചെയ്യണ ഒരു മെജോറിറ്റി പ്രോബ്ലം ആവും. ലൈക്ക് ഫസ്റ്റ് മന്ത് നമ്മളടുത്ത് ഒരു ക്ലയന്റ് വരും, നമ്മൾ അവർക്ക് വീഡിയോ കൊടുക്കും, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളൊരു ഇത് വരും. അത് കുറെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനീസ് ഫേസ് ചെയ്യുന്നതാണ്. ലൈക്ക് ആക്ച്വലി അവരതങ്ങനെ ചെയ്യുമ്പോൾ ഇതേ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അത് വെച്ചിട്ടുണ്ടല്ലോ, ആ സെയിം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. ഓക്കെ, പക്ഷെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി, ഇപ്പോൾ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും എയും ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ട് എന്തായാലും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി വരുമ്പോൾ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഇതുപോലെ പ്രസന്റേഷൻ വീഡിയോസ് ചെയ്ത് പോകാറുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ കോണ്ടന്റ് ടൈപ്പ് ഈ പറഞ്ഞ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് അറ്റൻഷൻ സ്പാൻ സീക്കാനും ഈ പറഞ്ഞ പോലെ എന്റർടൈൻ ചെയ്യാനും റിലേറ്റബിൾ കോണ്ടന്റ് ചെയ്തും അങ്ങനെയാണ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് നോക്കുമ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സൈഡ് എന്തായാലും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവര് ക്ലയന്റ് അതിൽ നിന്ന് വിഡ്രോ ആയി വേറെ സ്വന്തമായിട്ട് ചെയ്യും. കാരണം അവർക്ക് നോക്കുമ്പോൾ ക്ലയൻസിന്റെ സൈഡ് നോക്കുമ്പോൾ ഇവർ ജസ്റ്റ് ഒരു ഫോണും കൊണ്ട് വന്ന് അല്ലെങ്കിൽ ഒരു ക്യാമറയും കൊണ്ട് വന്ന് ഒരു മൈക്കും വാങ്ങിച്ച് ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്, അത് അവർ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ക്ലയൻസ് ഉണ്ടാവില്ലേ. അതാണ് ഒരു പ്രശ്നം. അതായത് നമ്മൾ ചെയ്യണ വീഡിയോസ് ഒക്കെ സെയിം വേറെ ടീംസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തേക്കുന്ന റിസൾട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? ആ ഒരു വ്യൂസും ഫോളോവേഴ്സ് ഒന്നും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അൽത്താഫിന്റെ ഒരു ജേർണി എടുക്കണമെങ്കിൽ 12th ജമീലും അൽത്താഫും ടീ കുടിച്ച് ഫുൾ ടൈം ഐഡിയ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അതിൽ ജമീലിന് ഓൾറെഡി ബിസിനസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കോളേജ് എത്തി, ഒരുമിച്ച് പിന്നെ സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മൈൻഡായി. ഡ്രോപ്പ് ഷിപ്പിംഗിൽ അക്കു പാട്ടായി, അതൊരു വീഡിയോ റീച്ച് ആയത് കണ്ടിട്ട് വേറെ കമ്പനീസിന് ചെയ്താൽ തുടങ്ങി. വേറെ കമ്പനീസ് ചെയ്ത് തുടങ്ങിയിട്ട് ജമീലിന്റെ ഫ്രണ്ട് വന്നു, അങ്ങനെ ഒരു ക്ലയന്റും ക്രാക്കായി. അപ്പൊ അങ്ങനെയാണ് എനിക്കറിയേണ്ടത്. ഇനി അക്കുവിന്റെയാണ്. ലൈക്ക് അക്കു ആണ് ലൈക്ക് ഫേസ്, എല്ലാത്തിന്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നത് അക്കുവാണ്. അക്കുവിന്റെ ഒരു അപ്ബ്രിങ്ങിങ് എങ്ങനെയായിരുന്നു? ലൈക്ക് എങ്ങനെയാണ് അക്കുവിന്റെ തുടക്കം മുതൽ എനിക്ക് അറിയണം. ലൈക്ക് ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടോ? അതായത് +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ മാത്സ് റിലേറ്റഡ് ഉള്ള സംഭവം എനിക്ക് വലിയ ഇഷ്ടമല്ല. +2 പഠിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് ഒരു ബിസിനസ് ഇപ്പോഴും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് മാത്സ് സംഭവം ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ കൊമേഴ്സ് എടുക്കാന്ന് പറഞ്ഞ് കൊമേഴ്സ് എടുത്തു. കൊമേഴ്സിൽ അത്യാവശ്യം +2 കൊമേഴ്സ് എനിക്ക് ബിസിനസ് സംഭവങ്ങളായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ അത്യാവശ്യം മാർക്ക് ഉണ്ടായി പാസ്സായി. എന്നിട്ട് കോളേജിൽ ചേർന്ന്. അപ്പൊ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. +2 ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ +2 അന്നത്തെ ടൈം എന്നൊക്കെ പറയുമ്പോൾ എന്നതുപോലെ സ്റ്റാർട്ടപ്പ് കമ്പനി അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ഒന്നും ഇല്ല. 2022 ആ ടൈമിൽ അങ്ങനൊന്നുമില്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ചിന്ത വരൂലല്ലോ. അപ്പൊ എനിക്ക് ആ ടൈമിലൊന്നും സ്വന്തമായിട്ടൊന്നും തുടങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഗൾഫിലേക്ക് പോയി. കാരണം ഒരു മിഡിൽ ക്ലാസ് ആണല്ലോ. അപ്പൊ ഗൾഫിലേക്ക് പോയി വീട് നോക്കണം, അങ്ങനെ ഒരു സംഭവമായിരുന്നു ആ ടൈമില്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മിഡിൽ ക്ലാസ് പയ്യൻ സെക്കായിരുന്ന പോലെ ഞാൻ നിന്നിട്ടുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്ററിങ്ങിനും ജോലിക്ക്. ഇപ്പൊ എല്ലാ മിഡിൽ ക്ലാസ് പയ്യനും ആദ്യത്തെ സാലറി കാറ്ററിംഗ് എന്നായിരിക്കും കൂടുതലും. അപ്പൊ അതേപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. സൊമാറ്റോ ഡെലിവറി ബോയ് ആയിട്ട് 3 പേര് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് സൊമാറ്റോ ഡെലിവറി ബോയ് ആയിട്ടൊക്കെ ഓടിയിട്ടുണ്ട്. കുറച്ച് +2 ടൈമിലാണോ അതോ കോളേജ് ടൈം? അപ്പൊ അങ്ങനെ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഇയറിൽ ഞാൻ പറഞ്ഞ പോലെ കോളേജില് എന്തെങ്കിലും പരിപാടി, ഡിപ്പാർട്ട്മെന്റ് സൈഡ് എന്തെങ്കിലും പരിപാടിക്ക് നടക്കുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും പോസ്റ്ററും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴാണ് ജമീൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത്ര നാളായിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ് സംഭവം. ഇങ്ങനെ സംഭവം ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ല ഏർപ്പാടാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി സെർച്ച് ചെയ്ത്
ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നുള്ള കാര്യം സെർച്ച് ചെയ്ത്. അപ്പൊ നല്ലൊരു ബിസിനസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ശരിക്കും ജമീൽ വന്നപ്പോൾ തൊട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ഈ പറഞ്ഞ ഒരു പോസ്റ്റർ പണ്ട് ഇതുപോലെ ഒരു പോസ്റ്റർ സംഭവം ചെയ്തെന്നല്ലാണ്ട് ഈ കാറ്ററിങ്ങിനൊക്കെ പോകുന്നത് വേറെ സ്ട്രീമാണല്ലോ. അപ്പൊ അല്ലാണ്ട് സ്വന്തമായിട്ട്, അതായത് ഒരു പാർട്ണർഷിപ്പിൽ ഒരു സംഭവം തുടങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ജമീൽ ഇങ്ങനെ വന്ന് പറയുമ്പോഴാണ് എനിക്ക് പറഞ്ഞ പോലെ ഇത് നല്ല ഏർപ്പാടാണ്, ചെയ്ത് നോക്കാം, കൈ കൊടുത്ത് നോക്കാം, പിന്നെ അത്യാവശ്യം ടെക്നിക്കൽ നോളജ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിക്കാന്നുള്ള സംഭവം മനസ്സിലായി. അങ്ങനെയാണ് ജമീലിന് കൈ കൊടുത്തത്. നമ്മള് ജമീലിന്റെ വീട്ടിൽ തന്നെ റൂമൊക്കെ ഞങ്ങള് റൂമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളിപ്പോ ജമീലിന്റെ വീട്ടിലൊരു മേലൊരു ഫ്ലോർ ഉണ്ട്. അവിടെ ഇപ്പൊ പ്രസന്റേഷൻ ചെയ്യണമല്ലോ, നമ്മൾ ഇന്റർനെറ്റിന് വീഡിയോ എടുത്തിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണത്. ഞങ്ങൾ ആ ടൈമിൽ ജസ്റ്റ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ പോലെ വീട്ടിലുള്ള ലൈറ്റും സ്റ്റുഡിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു അത്രക്കും സെറ്റപ്പ് ആക്കിയിട്ട് അവനോട് അടിപൊളി സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് എന്നിട്ട് ഐഫോണിൽ എടുക്കണത്. ആളാണ് വീഡിയോ എടുക്കണത്, എഡിറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അന്ന് ഇവൻ തന്നെ നമ്മൾ തന്നെയായിരുന്നു. അപ്പൊ ക്വാളിറ്റി ഉണ്ടല്ലോ, ക്യാമറ ഏതാണ്, ഐഫോണിൽ എടുക്കണത്. അന്ന് നമ്മുടെ ആകെ അതുണ്ടായിരുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സ് എന്താ പറയാ ഫേസ് ചെയ്യണ ഒരു മെയിൻ പ്രശ്നമാണ് സ്റ്റാർട്ടിങ് ട്രബിള്. തുടക്കത്തിലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. ഇപ്പൊ ഒരു ഫോൺ ഇപ്പൊ എല്ലാവരും പറയും ഒരു വലിയ ഫോൺ വേണം, വലിയ ക്യാമറ വേണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ ടൈമില് ജസ്റ്റ് ഐഫോൺ ഉണ്ടായിരുന്നു. ആ ടൈമിൽ EMI എടുത്ത് ഞാൻ അതെ പറഞ്ഞു. എനിക്ക് കോളേജിൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ല, കോളേജിൽ ഇതുപോലെ ഒരു പരിപാടി ഫെസ്റ്റ് നടത്തി. അപ്പൊ ആ ഫെസ്റ്റിൽ ഒരു ഫെസ്റ്റ് നടത്തി. ആ ഫെസ്റ്റ് നടത്തിയപ്പോ ഞാനും ജമീലൊക്കെ ആയിരുന്നു അതിന്റെ കോർ ടീമിൽ ഉണ്ടായിരുന്നത്. ഫെസ്റ്റിന് കോർ ടീമില്. അപ്പൊ അങ്ങനെ നടത്തി കഴിഞ്ഞ് എന്താ ഞങ്ങളുടെ HOD പറഞ്ഞ പോലെ കുറച്ച് പൈസ എനിക്ക് അയച്ചു തന്നു. ആക്റ്റീവായിട്ട് നിന്നല്ലേ വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ ഫെസ്റ്റിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാനായിട്ട് ഡിസൈൻ ചെയ്യണത്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ക്ലാസ് പീരീഡ് തന്നെ ഞാൻ ചെന്ന് ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ ചെന്ന് ഒരു ലാപ്പ് ഉണ്ട്, ചെറിയ ലാപ്പ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ. അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്യും. മിസ് വന്ന് ഹെൽപ്പ് ഒക്കെ ചെയ്യും, എന്ത് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫെസ്റ്റ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ മിസ് എനിക്ക് കുറച്ച് പൈസ അയച്ചു, ചെറിയൊരു എമൗണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫെസ്റ്റിന്റെ വർക്കിന് എമൗണ്ട്. അങ്ങനെ സാധാരണ കൊടുക്കാറില്ല, എന്നാൽ നമ്മ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കൂറ് കൊണ്ട് ചെയ്താണ്. അപ്പൊ മിസ് എനിക്ക് ആ ഒരു പൈസ അയച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, മിസ് അങ്ങനെ പൈസ അയച്ചെന്ന് സന്തോഷം, ഒരു സങ്കടമൊക്കെ ആയി. അന്നാണ് ഞാൻ തീരുമാനിച്ചത് ഒരു ലാപ്പ് എടുക്കണം. എന്നിട്ട് ഇതൊരു സംഭവം പോസ്റ്ററും കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ സൈഡ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നോളജ് കിട്ടണം എന്നുള്ള സംഭവം മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഒരു ലാപ്പ് വാങ്ങിക്കുന്നത്. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഫെസ്റ്റ് ഉണ്ടാവും, ആൾക്കാർ എന്തായാലും കുറച്ച് എമൗണ്ട് നോർമലി അങ്ങനെ അക്കൗണ്ട് ചിലപ്പോ ഉണ്ടാക്കാത്തോണ്ടാവും, ചിലപ്പോ ടീച്ചർ കൊടുത്തിട്ടുണ്ടാവും. അതെ, സത്യസന്ധൻ, ഞാൻ സത്യസന്ധൻ. മറ്റേ കാറ്റഗറി ഉള്ളതാ, അൽത്താഫിന് കൊടുക്കൂല, മിസ് ആവി അൽത്താഫ് ഈ വഴി ഓടും അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ലാപ്പ് വാങ്ങിച്ചു. ലാപ്പ് വാങ്ങിച്ചപ്പോ കുറച്ചും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലാപ്പ് വാങ്ങിച്ചപ്പോ നമുക്ക് സന്തോഷമല്ലേ വരണ്ടേ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഓർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാ ഈ പറഞ്ഞ ഈ മിസ് പൈസ അയച്ചു തന്ന് എന്നിട്ട് സ്വന്തം പൈസക്ക് ആദ്യമായിട്ട് ഞാനൊരു സാധനം വാങ്ങിക്കണത് ശരിക്കും പറഞ്ഞ അതാണ്. മനസ്സിലായത്. അന്ന് ഐഫോൺ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ എന്റെ മാത്രമേ ഐഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവന്റെ ലാപ്പായി. അപ്പൊ അങ്ങനെയാണ് ഒരു ലാപ്പ് ഉണ്ട് എനിക്ക്, അൽത്താഫിന് ഒരു ഐഫോൺ ഉണ്ട്. EMI എടുക്കണ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് കാരണം ചെയ്യാൻ നമുക്ക് വരുമാനം, അതിൽ നിന്നുള്ള വരുമാനവും നമുക്ക് ആയിട്ടൊന്നും ഉണ്ടായില്ല. ഡേ ടു ഡേ കാര്യങ്ങൾ മാത്രം ചെലവാക്കാനുള്ള കുറച്ച് എമൗണ്ട് കിട്ടുന്നില്ല. വൈകുന്നേരം ഔട്ട് കടിയുണ്ട്, അവിടെ ചെന്നിട്ട് പഫ്സും ചായയും കുടിക്കും. അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു ആ ടൈമില് തുടക്കത്തില്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ശരിക്കും തുടങ്ങിയ സമയത്ത്, അതായത് ഞങ്ങളുടെ കമ്പനി തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ആകെ 3 സാധനങ്ങളാണ് നമുക്ക് എന്താ പറയാ അസറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് അൽത്താഫിന്റെ ഐഫോൺ, 2 എനിക്കൊരു ലാപ്പ്, EMIക്ക് എടുത്തൊരു മൈക്ക്. ഈ 3 സാധനം വെച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അതെ, മൈൻഡ് സെറ്റ് അതങ്ങോട്ട് തുടങ്ങി. അല്ലാണ്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ കമ്പനി എന്ന് പറയുമ്പോ അവര് 5-6 ലക്ഷത്തിന് ഈ പറഞ്ഞ ബിൽഡിംഗ് വാങ്ങിച്ചിടും, ഓഫീസ് വാങ്ങിച്ചിടും, 10-30 പേര് ഹയർ ചെയ്യും. അങ്ങനെയല്ല, അത് ഭയങ്കര പ്രശ്നം. തുടക്കത്തിൽ ചെയ്യേണ്ടത് നമ്മൾ മിനിമലായിട്ട്. അതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആർഭാടമാക്കാനല്ല നോക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ നമ്മൾ തന്നെ ഫസ്റ്റ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ പറഞ്ഞ ഇപ്പൊ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ തന്നെ വീഡിയോ എടുക്കും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും,
ഓക്കെ ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസന്റേഷനിൽ ഇറങ്ങുന്നത് ഓക്കെ ഗ്രാൻഡിൽ വെച്ച്. അപ്പൊ ജമീൽ ഷൂട്ട് ചെയ്യും, ഞാൻ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു. ആക്ട് ചെയ്യാനൊക്കെ അക്കു തന്നെയായിരുന്നു. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ലൈക്ക് അക്കു തന്നെ ഫേസ് ആവാന്നുള്ള ഡിസിഷൻ നിങ്ങൾ 3 പേരായിട്ട് എടുത്താണോ അതോ? എന്താന്ന് വെച്ചാല് അക്കു ടിക്ടോക്കിലൊക്കെ അന്ന് അക്കു ആയിരുന്നു മെയിൻ. അന്ന് ടിക്ടോക്ക് ഉണ്ട്, അന്ന് ടിക്ടോക്ക് ഉണ്ടോ? അന്നല്ല, ടിക്ടോക്കിനുള്ള സമയത്ത് പണ്ട് പണ്ട് 2017 ടിക്ടോക്ക് പഠിച്ച ടൈമില് നമ്മക്ക് ഇത് ആരും അഭിനയിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മുടെ കോണ്ടന്റ് അങ്ങനെയാണല്ലോ. നമ്മ ഇങ്ങനെ കുറച്ച് റിസർച്ച്, നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോണ്ടന്റിലേക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഗ്രാൻഡിൽ ചെയ്ത് പോകുന്ന റീസൺ ഉണ്ടായില്ലടാ, 10K 11K. പക്ഷെ ആ 10K അടിച്ചാലും നമുക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് പയ്യെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു, ജമീലൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടമാതിരി വീഡിയോസിലൊക്കെ ജമീൽ ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഞാൻ അഭിനയിക്കണ്ട നിർത്തി വിചാരിച്ചത്? അങ്ങനെ അങ്ങനെയല്ല, എല്ലാത്തിലും പിന്നെ ബിസിനസ് വളരാനുസരിച്ച് എല്ലാത്തിനും നമുക്ക് ഓടാൻ പറ്റൂലോ. പിന്നെ ആളാണ് മെയിൻ കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കണത്. അപ്പൊ പിന്നെ അക്കു പയ്യെ ഇറങ്ങി തുടങ്ങിയപ്പോ അക്കുന്റെ ആക്ടിങ് പറയാനുള്ള ശരിക്കും അക്കുന്റെ ആക്ടിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് എന്റെ ഫീൽഡിൽ ഇപ്പൊ ഒരു 10 റീൽ ഞാൻ സ്ക്രോൾ ചെയ്യണമെങ്കിൽ അതിൽ 1-2 അക്കു വരും. എല്ലാവരും ഈ സംഭവം പറയണത് അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവം. കാരണം ഒരു ഇപ്പൊ നമ്മൾ ക്ലയൻസിന് ചെയ്യണ എല്ലാ വീഡിയോസും എല്ലാരും നമ്മളാന്നാ പറയണത്. മനസ്സിലായി. ഇപ്പൊ അതാ പറഞ്ഞേ, ഈ പറഞ്ഞ ഞങ്ങളുടെ ക്ലയൻസിന് ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ഇപ്പൊ അഫ്സൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10 റീല് തോണ്ടി കഴിഞ്ഞാൽ 2 റീല് കാണുന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, അതായത് ബ്രാൻഡ് അവയർനെസ് കൊടുക്കുന്ന രീതിയിലാണല്ലോ. കമ്മിങ് ബാക്ക് ടു ദ ടിക്ടോക്ക് തിങ്, അന്ന് ഇത് ഏതാ വർഷം? ടിക്ടോക്ക് ചെയ്യണ വർഷം ഏതാണ്? ടിക്ടോക്ക് 2018 വീഡിയോ പിന്നെ ഇല്ല. വീഡിയോ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമേ ഒരു കമ്പനിക്കാരുണ്ടായിരുന്നു, ജാസിം എന്ന് പറഞ്ഞ്. ഇവനെടുത്തത് എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് അയച്ച് എല്ലാവർക്കും കാണിച്ച് കൊടുത്ത് ആകെ ഇടങ്ങേറാക്കി. കാരണം നമ്മൾ തേർഡ് ഇയർ നമ്മൾ ചെയ്ത് തുടങ്ങി. ഇപ്പൊ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണൂലോ, ക്ലാസ്മേറ്റ്സ് തന്നെ കാണും. അപ്പൊ ഒരു ടിക്ടോക്ക് കാണിച്ചു കൊടുത്ത് ആകെ നാണം കെടുത്തി. അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടാവാം അക്കുവിന് ഈ ഒരു ആക്ടിങ് സ്കില്ല് കിട്ടി. ഞാൻ ഒരിക്കലും അതിനെ ടിക്ടോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എന്താ പറയാ മാറിയിരിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു നാണിക്കണം, അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായ? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ ട്രെൻഡായിരുന്നു. ഇപ്പൊ നീ ചെയ്തിട്ടില്ലേ ക്യാമറ റെന്റ് എടുത്ത് പച്ച പുൽക്കാട്ടിലേക്ക് ചെന്നിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് +2 ടൈമിലാണ്. അക്കു പറഞ്ഞ പോയിന്റ് മനസ്സിലായി. എന്റെ കുറെ ഫ്രണ്ട്സ് വേണ്ടി ഞാൻ ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫോട്ടോ ഇഷ്ടമായില്ലെങ്കിലും അതായിരുന്നു ട്രെൻഡ്. അന്നതായിരുന്നു ട്രെൻഡ്. അങ്ങനെയല്ല, CBR റോഡിലേക്ക് ഇരുന്ന് മുടിയൊക്കെ ഇങ്ങനെ ആക്കി ആ ഒരു ട്രെൻഡായിരുന്നു. അതായിരുന്നു ട്രെൻഡ്. പക്ഷെ അന്ന് അത് ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ കാലത്ത് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാ ക്രിഞ്ച് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അന്ന് ലൈക്ക് എനിക്ക് അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയ കുറച്ച് സാധനങ്ങൾ. ഇപ്പൊ ലൈക്ക് എക്സാമ്പിൾ ഫുക്രു അന്ന് വളരെ ട്രെൻഡ് ആയ ഒരാളാണ്. അയാൾ മറ്റേ അങ്ങനത്തെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെ അതെ അതെ, മൊഴി കേട്ട ആ സാധനം. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തെന്നുള്ളത് മറന്നുപോയി. ഒരു നെഞ്ചത്ത് ഇങ്ങനെ ഇതാക്കി പറയണതൊക്കെ അങ്ങനത്തെ സംഭവം ചെയ്തിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ ആക്ടിങ് സിനിമയിലെ ഡയലോഗ് എടുത്തിട്ട് നമ്മ ജസ്റ്റ് അങ്ങനെ സംഭവം പറയും. ആക്ടിങ് എക്സ്പ്രഷൻസ് സംഭവം. ടിക്ടോക്കിന് മുമ്പ് ലൈക്ക് ഈ ഒരു സാധനം ഡബ് സ്മാഷ് എന്നുള്ളൊരു സംഭവം അതായത് ഞാൻ പറയാം അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ല ശരിക്കും പറഞ്ഞാൽ 2014 ഡബ് സ്മാഷ് എന്നുള്ളത് ഇതൊരു ട്രെൻഡാണ്. മനസ്സിലായോ? ഇന്ന് നമുക്ക് കാണുന്ന റീലില്ലേ, അത് ശരിക്കും പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡബ് സ്മാഷിന് തുടങ്ങിയതാണ്. 2010 ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. അതിനുശേഷം 2014 ഡബ് സ്മാഷ് തുടങ്ങി. ഈ ഡബ് സ്മാഷ് തുടങ്ങി വെച്ചാൽ ഡബ് സ്മാഷിന്റെ യൂസ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു ഓഡിയോ പ്ലേ ചെയ്യാം. ആ ഓഡിയോ പ്ലേ ചെയ്ത് നമുക്ക് ലിപ്സിംഗ് കൊടുക്കാം. അങ്ങനെയായിരുന്നു ആ ഒരു ഡബ് സ്മാഷ് എന്നുള്ള സംഭവം. അതിന്റെ 2014 കഴിഞ്ഞ് 2018 ഈ പറഞ്ഞ ടിക്ടോക്കിന്റെ ഉത്ഭവം. ടിക്ടോക്ക് പിന്നെ നിങ്ങൾക്ക് ചൈനീസ് ആപ്പാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ 2020-2019 തോന്നുന്നുണ്ട് അത് നിരോധിച്ചത്. ചൈനീസ് ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചത്. അപ്പോഴാണ് 2020 ഇൻസ്റ്റഗ്രാം ടിക്ടോക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി റീൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കണത്. അപ്പൊ ഈ ടിക്ടോക്കിലുള്ള ഓൾമോസ്റ്റ് ഒരു 60% ക്രിയേറ്റേഴ്സും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന റീൽസ് ഉണ്ടായത്. ബിസിനസ്സുകൾ ഉണ്ടായി. അങ്ങനെ കുറെ
കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായത്. ഓക്കെ ഓക്കെ ഓക്കെ. ലൈക്ക് അന്നിങ്ങനെ ചെയ്യുമ്പോ ലൈക്ക് റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നോ? ഇപ്പൊ ടിക്ടോക്ക് ചെയ്യുന്ന ടൈമിൽ റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നോ? നമ്മുടെ നാട്ടുകാര് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളൊരു ഇത്? ഇല്ല അങ്ങനൊന്നും എനിക്ക് നോർത്തിലായിരുന്നു ഫാൻസ്, അവിടെ ഒരുപാട്. അപ്പൊ അങ്ങനത്തെ റീൽസ് ആണ് ചെയ്തത്? അല്ലല്ല അങ്ങനത്തെ റീൽസ് അല്ല, എന്നാലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നക്ക് VPN ഓൺ ചെയ്തിട്ടേ. സെൻസർ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കേസ് നോക്കുമ്പോ അത്യാവശ്യം റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരാളാണ് അക്കും. ലൈക്ക് എങ്ങനെയാണ് അത് എവിടെ പോയാലും ഞാൻ അവിടെ സൈഡാണ്. അതല്ല അങ്ങനെയല്ല, കുറെ പേര് കാണുന്നുണ്ട്, കുറെ പേര് വന്ന് സംസാരിക്കും, അത് നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ കാര്യമാണ്. കാരണം എന്താ പറയാ, 4 പേര് കാണുമ്പോ നമുക്കൊരു വാല്യൂ എന്താ പറയാ പബ്ലിക്കിൽ കിട്ടുമെന്ന് പറയുന്നത് വലിയ കാര്യമില്ല. അതെനിക്ക് കിട്ടണുണ്ട്. ക്ലയൻസിന് നിങ്ങൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെ? ഒരു ക്ലയന്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്? അത് ഞാൻ പറയാം. നല്ല ചോദ്യം. ചായ് ഫ്ലിക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു നോർമൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പോലെയല്ല. കാരണം നോർമൽ സാധാരണ ഇപ്പോൾ കുറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അവൈലബിൾ ആണല്ലോ. അപ്പൊ അവര് ചെയ്യണത് എന്താ വെച്ചാല് പെയ്ഡ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മള് അത് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിനേക്കാളും റീച്ച് നമുക്ക് ഓർഗാനിക്കലി കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയ്ഡ് ആയിട്ടുള്ള റീച്ചും ഓർഗാനിക് ആയിട്ടുള്ള റീച്ചും നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ പെയ്ഡ് ആയിട്ടുള്ള റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി മൂവ്മെന്റ് ഭയങ്കര സ്പീഡായിരിക്കും. ഇനീഷ്യലി നല്ല രീതിയിൽ ആ പെയ്ഡ് വ്യൂസിന് അല്ലെങ്കിൽ പെയ്ഡ് റീച്ചിന് ഇനീഷ്യലി നല്ല രീതിയിലായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക വ്യൂസ്. പക്ഷെ ഓർഗാനിക്കലി ഇനീഷ്യലി കുറവായിരിക്കും. പക്ഷെ ഈ ഓർഗാനിക്കിന്റെ വ്യൂസ് ലാസ്റ്റ് ചെയ്യും നല്ല രീതിയിൽ. പക്ഷെ ഈ പെയ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് റീച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പെയ്ഡ് ബഡ്ജറ്റ് തീർന്ന അതവിടെ കഴിഞ്ഞു. മനസ്സിലായി. പിന്നെ ഓർഗാനിക് റീച്ച് കൊണ്ട് എന്താ പറയാ, നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ബ്രാൻഡിന് ചെയ്യണമെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ ആൾക്കാർ വിശ്വസിക്കും നല്ല രീതിയിൽ. പിന്നെ പെയ്ഡ് വ്യൂസ് ആണെങ്കിൽ പെയ്ഡ് റീച്ച് ആണെങ്കിൽ അത് കുറച്ചുകൂടി സെയിൽസ് ഓറിയന്റഡാ. അപ്പൊ നമ്മൾ ചെയ്യണ എങ്ങനെയാ വെച്ചാൽ ഓർഗാനിക് സെയിൽസ് വരൂല എന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സെയിൽസ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇത് മൂന്നാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. ശരി, അതിനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിയർവാല എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ നിയർവാല എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ച് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കൊളാബ് ചെയ്തതാണ്. നമ്മളൊരു B2B സംഭവങ്ങളാണ് ചെയ്തത്. അപ്പൊ ആ 2 വീഡിയോയില് അവർക്ക് 1 ലക്ഷം പ്ലസ് ഡൗൺലോഡ്സ് കിട്ടിയെന്ന് പറഞ്ഞ വിശ്വസിക്കോ? 1 ലക്ഷം ഡൗൺലോഡ്സ് വിത്തിൻ 2 വീഡിയോസ്. 2 വീഡിയോ സമയത്ത് എത്രയെന്ന് അറിയില്ല. കാരണം ഓർഗാനിക് ആണല്ലോ. അതൊരു 2 വീക്സ് അറൗണ്ട് എടുത്തിട്ടുള്ളൂ. 2 വീക്സ് 1 lakh 2 ദിവസം കൊണ്ട് എനിക്ക് അല്ല വീഡിയോന്റെ ഈ പറഞ്ഞ പോലെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ 1 ലക്ഷം വ്യൂസ്, 1 ലക്ഷം ഡൗൺലോഡ്സ്, 1 ലക്ഷം ഈ ആപ്പ് ആൾക്കാർ കണ്ട് ഡൗൺലോഡ് ചെയ്ത്. ഓർഗാനിക് റീച്ച് ആണെന്ന് ഓർക്കണം. എന്നിട്ട് ഈ നിയർ വാലയുടെ CEO നമ്മൾ കുറച്ച് ട്വീറ്റ് ഒക്കെ ചെയ്തായിരുന്നു ട്വിറ്ററിൽ കാര്യങ്ങളിൽ. പിന്നെ നമ്മള് അഡീഷണലി നമ്മള് കൊടുക്കണത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് കൊടുക്കണത്, നമ്മള് ഇപ്പൊ നോർമൽ ഒരു സോഷ്യൽ മീഡിയ ഏജൻസി യൂട്യൂബ് അധികം ഫോക്കസ് ചെയ്യൂല. പക്ഷെ നമ്മൾ യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് പലർക്കും ഈ യൂട്യൂബിന്റെ പർപ്പസ് അറിയില്ല. സോഷ്യൽ മീഡിയ ഏജൻസിക്ക് പലർക്കും ഒരു സോഷ്യൽ മീഡിയ ഏജൻസിക്കും ഈ യൂട്യൂബിന്റെ പർപ്പസ് അറിയില്ല. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റവന്യൂ മോഡലാ. അതിൽ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടുന്നതനുസരിച്ച് നമുക്ക് പൈസ കിട്ടുന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഈ മാർക്കറ്റിംഗ് ഏജൻസീസ് അത് ഫോക്കസ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മളത് ഫോക്കസ് ചെയ്യും. നമ്മുടെ 2 ക്ലയന്റിന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. 3ാമത്തെ ക്ലയന്റിന് മനസ്സിലായ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അതൊരു വാല്യൂ ആണ്. അതെ. പിന്നെ അതിൽ നിന്ന് കിട്ടേണ്ട പേയ്മെന്റ്, നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റും യൂട്യൂബിന്റെ ഭാഗത്ത് നമ്മൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് 5 ക്ലയന്റ്സിന് പ്ലേ ബട്ടൺ കിട്ടിയേക്കുന്നത്. 5 ക്ലയന്റ്സിന് പ്ലേ ബട്ടൺ കിട്ടി. 2 ക്ലയന്റിന്റെ ഇപ്പൊ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലൊരു ക്ലയന്റാണ് നമ്മുടെ സ്കാൻ പേ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ്, അതായത് നോർമൽ ഞങ്ങളുടെ ക്ലയൻസിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്ലയന്റ് ആണ്. കാരണം സ്കാൻ പേ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് യൂട്യൂബിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വളരെ കുറവാണ്. ഇല്ലാന്ന് തന്നെ പറയാം. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തില് ലൈക്ക് യൂട്യൂബില് ഇങ്ങനെ വീഡിയോസ് ഇടാന്നുള്ള ഒരു കൾച്ചറേ ഇല്ല. ആക്ച്വലി അങ്ങനെ ഇല്ല.
ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയത് നിങ്ങളാണ്. കൂടുതൽ പറയുന്നത് അഫ്സല് പറയുന്നതിനെ കുറിച്ച് ലാസ്റ്റ് പറയാം. വേറെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റായിട്ട് മീറ്റിംഗ് ഇരുന്നായിരുന്നേ. അപ്പൊ യൂട്യൂബ് ഫോക്കസ് ചെയ്യണമെന്നല്ല, ഈ ഏജൻസികളെല്ലാം യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തേക്കണ ആ ഒരു ഔട്ട്പുട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് എല്ലാ ഏജൻസികളല്ല, ചില ഏജൻസികൾ ഇവർ ഈ ക്ലയൻസിനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ ആകെ പൈസ തട്ടിയെടുക്കാന്ന് പറയൂലേ, അങ്ങനത്തെ സെറ്റപ്പാണ്. അതായത് യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഫേസ്ബുക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ യൂട്യൂബിൽ ആകെ ഇടുന്ന 1-2 വീഡിയോസ് അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു വീഡിയോസ് ആയിട്ട് ഇടണേണ്. അതിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് ഏതിലാണ്? ഇൻസ്റ്റയിലാണോ, ഫേസ്ബുക്കിലാണോ, യൂട്യൂബിലാണോ? ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത്. കാരണം ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഈ 3 പ്ലാറ്റ്ഫോമിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഓഡിയൻസ് വേറെയാണ്. അത് പലരും മനസ്സിലാക്കണില്ല, മനസ്സിലായ? അതായത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ കൂടുതലും എന്താ പറയാ, എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കൂടുതലും യൂസ് ചെയ്യണത്, എഡ്യൂക്കേഷണൽ പർപ്പസിന്. പക്ഷേ അതിനകത്ത് ഇപ്പൊ അതിന്റെ ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മിഡിൽ ഏജിന് മേളിലുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ജെൻസി, ഇപ്പൊ അറിയാലോ, ഇപ്പൊ ജെൻസിയുടെ കാലമാണ്. അപ്പൊ ജെൻസീസ് ആണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണത്. ഫേസ്ബുക്ക് ആണെങ്കിൽ ജെൻസീസ് യൂസ് ചെയ്യാറില്ല. കാരണം അവിടെ കൂടുതൽ കാറ്റഗറി ആൾക്കാരാണല്ലോ. പിന്നെ ഫേസ്ബുക്കിൽ ഒരു അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ സംഭവം, നമുക്ക് എന്ത് വേണമെങ്കിലും ബൈ ആൻഡ് സെല്ലിംഗ് സംഭവം ഫേസ്ബുക്കിലുണ്ട്. പിന്നെ എന്താ പറയാ, ഈ മിഡിൽ ഏജിന് മേലുള്ള ആൾക്കാർ, ഒരു 40-50 വയസ്സിനുള്ള മേലുള്ള ആൾക്കാരാണ് കൂടുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഉണ്ടായിട്ടുണ്ടെന്ന് വരില്ല. അപ്പൊ ഇതിന്റെ 3ന്റെ പർപ്പസ് അല്ലെങ്കിൽ 3ന്റെ ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പം യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിന്റെ ഓഡിയൻസ് അല്ലായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഓഡിയൻസ്. മനസ്സിലായ? അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിലാണ്, ഇമ്പാക്ടും ഇൻസ്റ്റയിൽ തന്നെയാണോ? ഇൻസ്റ്റയിൽ തന്നെയാണ്. കാരണം യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഇപ്പൊ അതിനും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ ഇൻബോക്സ് മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് അതൊരു ലിമിറ്റേഷൻ ആണ്. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻബോക്സ് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയാനോ, എൻക്വയറി നടത്താനോ, ലീഡ് ജനറേറ്റ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ഇൻബോക്സ് മെക്കാനിസം ഇൻസ്റ്റഗ്രാമിൽ ഉള്ളതുകൊണ്ട് അത് തന്നെയായിരിക്കും ടോപ്പ്. എനിക്ക് തോന്നുന്നത് ലൈക്ക് യൂട്യൂബിൽ ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർക്ക് അതേ ഇൻസ്റ്റയിലിടുന്ന അതേപോലെ വീഡിയോസ് ഇട്ട് തുടങ്ങാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസും അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉള്ളത്. നിങ്ങൾ അത് ക്രാക്ക് ആക്കി. കാരണം യൂട്യൂബിൽ കുറെ പോളിസീസ് ഇങ്ങനെ പോളിസീസ് മാറി ക്രാക്ക് ആക്കിയാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് പലരും മനസ്സിലാക്കില്ല. പിന്നെ ടെക്നിക്കൽ സൈഡ് കുറച്ച് പാടാണ്, അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ യൂട്യൂബ് നല്ലൊരു റവന്യൂ മോഡലാണ് ഒരു ഏജൻസിക്ക്. ഓക്കെ ലൈക്ക് കമ്പനീസിന് ആക്ച്വലി ഇത് ആവശ്യമുണ്ടോ? ലൈക്ക് ഫോളോവേഴ്സ് ആക്ച്വലി ആവശ്യമുണ്ടോ? ലൈക്ക് ഒരു കമ്പനി, ഇപ്പോൾ എക്സാമ്പിൾ ഒരു സൂപ്പർ മാർക്കറ്റ് കമ്പനി എടുത്തോ, അവർക്ക് നിങ്ങൾ പറഞ്ഞു ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കമ്പനീസിന് ആക്ച്വലി അത് ആവശ്യമുണ്ടോ? ഒരു കമ്പനീസ് റിയലി അത് ആവശ്യമുണ്ടോ? ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് സൈഡ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പൊ ഒരു പുതിയ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പുതിയ ഒരാള് ഈ കമ്പനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുമ്പോൾ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 lakh ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഒരു എന്താ പറയാ, ഒരു ആദ്യത്തെ ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ വലുതായിരിക്കും. പക്ഷേ ഈ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 ലക്ഷം ഫോളോവേഴ്സ് യൂസ്ലെസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ബോട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ആണ്, അവരുടെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ മറിച്ച് ഒരു 10,000 അല്ലെങ്കിൽ ഒരു 5,000 ഫോളോവേഴ്സ് ഉള്ളൂ. ഈ 5,000 ഫോളോവേഴ്സും നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഫോളോവേഴ്സ് ആണ്, ആക്റ്റീവ് ഫോളോവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് വേറെയാണ്. മനസ്സിലായോ? ലൈക്ക് എനിക്കോട് തോന്നുന്നത് ക്രാക്ക് ചെയ്തത്, ഇപ്പോൾ ഒരു കമ്പനി 100K സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് മേടിക്കുകയാണെങ്കിൽ ഒരു യൂസ്ലെസ് ഫോളോവേഴ്സ് ആവും. ലൈക്ക് അവരെ ആക്ച്വലി ഓഡിയൻസ് അല്ല. ബട്ട് ഒരു ഓർഗാനിക് ഓഡിയൻസ് ഓട്ടോമാറ്റിക്കായി ബിൽഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫോളോവേഴ്സ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അത് ആക്ച്വലി കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവും. അണ്ടർസ്റ്റുഡ്. ലൈക്ക് എനിക്ക് എപ്പോൾ നോക്കിയാലും ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്, നിങ്ങളുടെ ചായഫ്ലിക്ക് വർക്കാവുള്ളൊരു കാരണം വിസിബിലിറ്റിയാണ്. ഞാൻ നേരത്തെ അക്കൂടെ കേസ് പറഞ്ഞ പോലെ ലൈക്ക് ഒരു 10 റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ അക്കുവിന് 2 വീഡിയോയിൽ കാണും. അതേപോലെ നമ്മളിപ്പോൾ ഡെയിലി ഒരാൾ 1000 റീല് സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും. എങ്ങനെ പോയാലും കുറേ വീഡിയോസ് വരുന്നുണ്ടാവും. ഈ വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനി എടുത്തു, ഒരു പുട്ടുപൊട്ടർ കമ്പനി എടുത്തു. ഒരു പുട്ടുപൊട്ടർ കമ്പനിയിൽ ഒരു 10 വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ 2-3 വട്ടം ആ പുട്ടുപൊട്ടർ ബ്രാൻഡ് ഇങ്ങനെ വന്നു ആയിരിക്കും. മൈൻഡിലേക്ക് അതൊരു ഇൻജെക്ട് ചെയ്ത പോലെയാണ്. ആ ബ്രാൻഡ്
എപ്പോൾ നോക്കിയാലും കേട്ടിട്ട് ആ ബ്രാൻഡ് ഓട്ടോമാറ്റിക്കായി കടയെ മാറ്റാൻ മൈൻഡിലേക്ക് പോയി. പിന്നെ ഞാൻ കടയിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്, ഇന്നൊരു പൊട്ടുപൊടി മേടിക്കുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായി വരുന്നത് ഇന്ന ബ്രാൻഡിന്റെ മേടിക്കാം, കാരണം അത് ഓൾറെഡി ബ്രെയിനിൽ സ്റ്റോർഡ് ആണ്. ഞാൻ എപ്പോൾ നോക്കിയാലും അനലൈസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇതാവും കൂടുതൽ വർക്ക് ആയിണ്ടാവും വിസിബിലിറ്റിയുടെ കാര്യത്തിൽ. ഗ്രാൻഡിന്റെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതായിരിക്കും. എല്ലാ ക്ലയൻസിന്റെ കാര്യം നോക്കുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയാ, ഇപ്പൊ അഫ്സൽ പറഞ്ഞ ആ ഒരു ഔട്ട്പുട്ട് നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സിലേക്ക് കേറിയിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഇപ്പൊ ചിലര് പറയുന്നത് നമ്മുടെ കോണ്ടന്റ് ഒന്നും സെയിൽസിനെ ബാധിക്കില്ല, സെയിൽസിലേക്ക് ഉണ്ടാവില്ല. സിമ്പിളാണ് ഞാൻ പറഞ്ഞത്, രീതിയിലാണ് നിങ്ങൾ സെയിൽസ് അതായത് നമ്മുടെ പൊട്ടുപൊടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ അജ്മിയാണ്, കാരണം അവരാണല്ലോ കിങ് ആയിട്ട് വെക്കണത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അജ്മീന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പൊട്ടുപൊടി കാണുമ്പോ അജ്മിയെ എടുക്കുള്ളൂ. മനസ്സിലായി? അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഇന്ന പുട്ടുപൊടി മേടിക്കുക, അജ്മീന്റെ പുട്ടുപൊടി മേടിക്കുക, നല്ലതാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ മാർക്കറ്റ് ചെയ്യണത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എല്ലാ ക്ലയൻസിന്റെയും വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയും കേരളത്തില് അല്ലെങ്കിൽ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഓഡിയൻസിന്റെ അല്ലെങ്കിൽ പീപ്പിൾസിന്റെ പർച്ചേസിങ് ബിഹേവിയർ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം പണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ടിവിയിലൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും വാങ്ങിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവര് ടിവിയിൽ ആഡ് ചെയ്യുന്നതിന് എത്ര സ്പെൻഡിങ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഒരു ഫോൺ വാങ്ങിക്കണം വിചാരിച്ചോ, നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഏതാ ഫോൺ അത് നമ്മൾ വാങ്ങിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ ഏത് ഫോണാണോ നമ്മൾ കൂടുതൽ കാണുന്നത്, അത് നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫോൺ ചൂസ് ചെയ്യാനാണ് നോക്കുള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ പർച്ചേസിംഗ് ബിഹേവിയർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ക്ലയൻസ് ആയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെ എന്താണ് ചായ ഫ്ലിക്ക് ചെയ്യുന്നത്? വേറെ എന്തൊക്കെ പ്രൊജക്ട്സ് ആണ് ഉള്ളത് ചായ ഫ്ലിക്കിന്? നമുക്ക് ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. നിലവിൽ ഓൺ ആയിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് കേരള ഫ്ലിക്ക് എന്ന് പറയുന്നത്. കേരള ഫ്ലിക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ടീം നമ്മളെ പറ്റിച്ചിട്ട് പോയി എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങി. സീറോ നമ്മൾ പിന്നെ അതിനുശേഷം അപ്പൊ നമ്മൾ വന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫുഡ് വ്ളോഗ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തത്. അപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ ബ്രാൻഡ്സിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ, എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം പ്രൊജക്റ്റിൽ ചെയ്തുകൂടാ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഈ കേരള ഫ്ലിക്ക് തന്നെ നമ്മളിപ്പോ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണത്. ഫുഡ് വ്ളോഗ്, ലൈഫ് സ്റ്റൈല്, എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ പേജ് പോലെ. അപ്പൊ ഈ കേരള ഫ്ലിക്കിലെ എല്ലാം വന്നത് കോണ്ടന്റ് ആണ്. എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോ നമ്മൾ റീസെന്റ് ചെയ്തത് സബ്വേ, ഡൊമിനോസ്, പിന്നെ ഓപ്പോക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ആ ഒരു പേജിൽ നമ്മൾ കോണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. കാരണം പല ബ്രാൻഡ്സിനും ഇപ്പൊ നോർമൽ ഒരു ക്ലീശ സംഭവം, അതായത് പ്രസന്റേഷൻ അങ്ങനെയല്ല വേണ്ടത് ബ്രാൻഡ്സിന്. ആൾക്കാർക്ക് കുറച്ചും കൂടി എന്റർടൈൻമെന്റ്, കുറച്ചും കൂടി റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കോണ്ടന്റ് ആണ് ഈ ബ്രാൻഡ്സിന് ആവശ്യം. അങ്ങനത്തെ ക്രിയേറ്റേഴ്സിനാണ് ബ്രാൻഡ്സിന് ആവശ്യം ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ആണ് പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്തേക്കുന്നത് ആദ്യം നമ്മൾ ആ ഒരു സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള സാഹിർ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? ലൈക്ക് എക്സ്പ്ലെയിൻ ദാറ്റ്. അത് അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയും. പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ്? പേഴ്സണൽ ബ്രാൻഡിങ് എന്താണെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. മിസ്റ്റർ ബീസ്റ്റിനെ അറിയൂലേ? അറിയാം. ഈ മിസ്റ്റർ ബീസ്റ്റ് ഒരു എന്താ പറയാ ഒരു ചോക്ലേറ്റ് ബാർസിന്റെ ഒരു കമ്പനി തുടങ്ങി. മിസ്റ്റർ ബീസ്റ്റ് ചോക്ലേറ്റ്, ഫീസ്റ്റബിൾസ് എന്ന് പറഞ്ഞതിന്റെ പേര്. ഈ ഫീസ്റ്റബിൾസ് ലോഞ്ച് ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ 1 മില്യൺ ചോക്ലേറ്റ് ബാർസ് ആണ് സെല്ലായി പോയത്. അതിന്റെ ഒറ്റ ഉദാഹരണം പേഴ്സണൽ ബ്രാൻഡിങ്. ഫേസ് വാല്യൂ. കാരണം ഈ മിസ്റ്റർ ബീസ്റ്റ് ഓൾറെഡി ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ക്രിയേറ്റർ ആണ്, ഈ പറഞ്ഞ ഒരു കോണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ പുള്ളി ഒരു കമ്പനി തുടങ്ങുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ആ ഫാൻസുകാര് അത് പർച്ചേസ് ചെയ്യും. അത് പർച്ചേസ് ചെയ്തിട്ട് പുള്ളിയുടെ ഞാൻ പറയാം ആ ഒരു മാർക്കറ്റിംഗ് സൈഡ്, ഏത് ഈ ഫീസിബിൾസിന്റെ മാർക്കറ്റിംഗ് സൈഡ് ഞാൻ പറഞ്ഞത്, പുള്ളി വേറെ കാര്യമായിട്ട് മാർക്കറ്റിംഗ് ഒന്നും ആ ഒരു ഫീസിബിൾസിന് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇത് മാർക്കറ്റിംഗ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ പുള്ളിയുടെ ആ ഒരു ഫാൻസ് ഈ ഒരു ചോക്ലേറ്റ് ബാർസ് വാങ്ങിച്ച് അത് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറീസും പോസ്റ്റും ആയിട്ട് ഇട്ട്, അങ്ങനെയാണ് ഈ ഫീസ്റ്റബിൾസിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് ഒരു സൈഡിൽ നോക്കുമ്പോൾ നടന്നത്. പിന്നെ നമ്മളിപ്പോ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ എന്തായാലും പേഴ്സണൽ ബ്രാൻഡ് ചെയ്തിരിക്കണം. കാരണം തുടങ്ങാൻ പോണം ഒരു പുതിയ ഓൺടർപ്രണർ ആണെങ്കിൽ എന്തായാലും പേഴ്സണൽ ബ്രാൻഡ് ചെയ്തിരിക്കണം. കാരണം പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ കമ്പനി ബ്രാൻഡിങ്.
മനസ്സിലായോ? അത് നമ്മൊരു കമ്പനി ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഫേസ് ഉണ്ടാക്കണം. ആ ഫേസ് ഉണ്ടാക്കുന്നതിൽ കൂടി എന്താ പറയാ, ആൾക്കാരിൽ ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് വേറെ ആർക്കും പറയാൻ പറ്റില്ല കോൺസെപ്റ്റ്. അതെ, അപ്പൊ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും ഏത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ. ഓക്കെ, അങ്ങനെ. സോ ഇപ്പൊ കറന്റ്ലി പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ സാഹചര്യം, പിന്നെ അതിനുശേഷം ആളിപ്പോ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ടീമിലുള്ള പിള്ളേർക്ക് തന്നെ നമ്മള് പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിലൊരാളായിരുന്നു ഏഞ്ചൽ കെന്നഡി, ഗ്രാൻഡിലുണ്ടായ ലേഡിയിലെ. ഓക്കെ, ആളെ വിചാരിച്ചിട്ട് എല്ലാരും വിചാരിച്ചേക്കുന്ന ആളെ അവിടുത്തെ സ്റ്റാഫാന്ന് വിചാരിച്ചത്. പക്ഷെ ആളെ ആക്ച്വലി നമ്മുടെ ടീമിലുള്ള ആളാണ്. ആൾക്ക് വേണ്ടി നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ആളുടെയാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത്. ഏഞ്ചൽ കെന്നഡി നമ്മുടെ ടീമിൽ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് തുടങ്ങി. ടീമിലുള്ള ആൾക്ക് ഫസ്റ്റ് തുടങ്ങിയത് ഏഞ്ചൽ കെന്നഡി വഴിയാണ്. പിന്നെ അതിനുശേഷം ആൻതെരേസ് അറിയില്ലേ? പിന്നെ കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കോണ്ടന്റ് ടൈപ്പ് വ്യത്യാസമായതുകൊണ്ട് ബ്രാൻഡ്സിന് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. ബ്രാൻഡ്സ് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സിനെ അപ്രോച്ച് ചെയ്യും. അത് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ ഡൊമിനോസിന്റെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞ ഇവര് നമ്മുടെ ടീമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്കുണ്ട്. മനസ്സിലായി, സ്വന്തമായിട്ട് ഇവർക്ക് ചെയ്യാൻ അറിയാം. ഇവര് അത് നല്ലപോലെ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് ഇവര്. അതെ, ഇപ്പോൾ ലൈക്ക് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു വിചാരിക്കും, എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക? ഇപ്പം ഞാൻ വന്നു, എനിക്കൊരു കമ്പനി ഉണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നു. എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുക? അതായത് ഫസ്റ്റ് നിനക്ക് ജനങ്ങളിലേക്ക് നീ എന്താണ്, നീ ആരാണെന്നുള്ള സംഭവം അറിയിച്ചു കൊടുക്കും. കാരണം നീ നിന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നീ ഇനി ഫ്യൂച്ചറിൽ ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നാലും ആ ഒരു കമ്പനി നാട്ടുകാര് അല്ലെങ്കിൽ ഓഡിയൻസ് അറിയും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ റിസർച്ച് ചെയ്യും. എങ്ങനെയാണ്, എന്ത് ചെയ്യണം, ഏത് വഴി ചെയ്യണം, ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്നുള്ള സംഭവം. ഇപ്പൊ ഒരുപാട് പേര് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പേഴ്സണൽ ബ്രാൻഡിങ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ചൂസ് ചെയ്യണം. പിന്നെ നിന്റെ നീഷ് അല്ലെങ്കിൽ നിന്റെ കാറ്റഗറി, നിനക്ക് എന്താണ് വേണ്ടേ, എങ്ങനത്തെ ടൈപ്പ് കോണ്ടന്റ് ആണ് വേണ്ടേ, എന്താണ് ഈ കോണ്ടന്റിൽ മിക്സ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംഭവം നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലും ലൈക്ക് നോർമൽ പേഴ്സണൽ ബ്രാൻഡിങ് പോലെയാണോ ചെയ്ത് കൊടുക്കുന്നത്, അതോ അവിടെയും ലൈക്ക് ചായഫ്ലിക്കിന്റെ ഒരു ടച്ച് ഉണ്ടോ? ലൈക്ക് നിങ്ങളുടെ മെയിൻ USP എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ് സെക്ഷൻ അവിടെ അത് വരുന്നുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞ, ഓരോരുത്തർക്കും എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് റിസർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഇപ്പൊ ഫണ്ണി കോണ്ടന്റ് തന്നെ, ഇപ്പൊ അഫ്സൽ വരികയാണെന്നുണ്ടെങ്കിൽ അഫ്സൽ തന്നെ ഫണ്ണി കോണ്ടന്റ് വരാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല. കാരണം അഫ്സലിന്റെ ക്യാരക്ടറിന് അത് ഒരിക്കലും ഫിറ്റ് ആവുന്ന എനിക്ക് തോന്നാനുള്ള. ഓക്കെ, നാളെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ല, ലൈക്ക് അങ്ങനെ ഒരു സ്റ്റേജ് എത്തി. ഇമാജിൻ ഒരു സിറ്റുവേഷൻ വേർ സോഷ്യൽ മീഡിയ ഇസ് നോട്ട് ദെയർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ലൈക്ക് എന്താവും ചായഫ്ലിക്ക്, എവിടെയാണ് ചായഫ്ലിക്ക് നിൽക്കുക എന്നുള്ളത്? അതാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിക്ക്. കാരണം ഇപ്പൊ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാ, ഒരു ബിസിനസ് നടത്താ, ഒരു എന്താ പറയാ, ഒരു കരിയർ നടത്താ, കരിയർ ബിൽഡ് ചെയ്യാ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നാളെ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഈ നമ്മുടെ ഇന്ന് കാണുന്ന റീൽസിന്റെ ജേണി, അതായത് 2010 ഇൻസ്റ്റഗ്രാമിൽ ലോഞ്ച് ചെയ്തു. 2010 ഒരു ഫീച്ചേഴ്സും കാര്യമായിട്ടുള്ള ഇന്നത്തെ കാണുന്ന ഒരു ഫീച്ചേഴ്സും അന്ന് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഇൻബോക്സ് മെക്കാനിസം മാത്രം മെയിൻ ആയിട്ട് പറയാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ 2010 ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്തു, 2014 ഡബ് സ്മാഷ് ലോഞ്ച് ചെയ്തു. അതിനുശേഷം 2018 പറഞ്ഞ ടിക്ടോക്ക് ഒന്നുകൂടി ഹൈപ്പ് ആയിട്ട് വന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ ടിക്ടോക്ക് നിരോധിച്ച് പോയി ഇൻസ്റ്റഗ്രാം കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി, ടിക്ടോക്കിന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി 2020 റീൽസ് എന്ന് പറഞ്ഞ സംഭവം ഇറക്കിയത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സംഭവം പോയി കഴിഞ്ഞാൽ അടുത്തൊരു സംഭവം അവിടെ വന്നെയാണ്. അപ്പൊ ഇപ്പൊ 2030-40 ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്തായാലും എന്തായാലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനിയോട് ചിന്തിക്കേണ്ടത് ആ ഒരു സംഭവത്തിലേക്ക് അഡാപ്റ്റ് ആവാന്നുള്ളതാണ്. മനസ്സിലായ? അല്ലെങ്കിൽ പൂട്ടിപ്പോവും, അല്ലെങ്കിൽ എന്തായാലും പൂട്ടിപ്പോവും. ഇപ്പൊ ഇന്ന് കാണുന്ന ഇൻസ്റ്റഗ്രാം നാളെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ കഴിഞ്ഞാ. അപ്പൊ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. അന്നത്തെ കാലത്ത് ഫ്യൂച്ചറിൽ എന്ത് ടൂളാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ടൂളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ ടൂള് വെച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യാന്നുള്ള സംഭവം എന്തായാലും ചിന്തിക്കേണ്ടതാണ്. ഒരു ബിസിനസ് ഓണർ എന്തായാലും ചിന്തിക്കണം, അല്ലെങ്കിൽ സീറോ ആയി പോവുള്ളൂ ഇന്നത്തെ കാലത്ത്. ടെൽ മീ അബൌട്ട് വർക്ക് ലൈഫ് ബാലൻസ്. ലൈക്ക് നിങ്ങളിപ്പോ ഒരു യങ് ഏജ് ആണ്, കുറെ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ ഈ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണിത്. ലൈക്ക് അത് നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഒരു യങ് ഓൺട്രപ്രണർ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ ആ ബിസിനസ് വലുതാവാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
എന്തായാലും ചെയ്യേണ്ടി വരും. കാരണം എന്താ പറയുക, ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവും, പക്ഷെ അയാൾ ആ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ചിലപ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും, ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ആവും. അപ്പം അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒരു കല്യാണം ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക വേറെ മൈനർ എന്തെങ്കിലും പരിപാടിക്ക് ആണെങ്കിലും അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഫ്രണ്ട്സിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഫാമിലി ആയിട്ടുള്ള ടൈം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടോ റിലേഷനോ കാര്യങ്ങളോ അത് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്താൽ ഫ്യൂച്ചറിൽ അത് എന്തായാലും യൂസ്ഫുൾ ആവും. ആ ഒരു എന്താ പറയുക ഒരു മീറ്റിംഗ് കാര്യങ്ങൾ ഇപ്പം നടക്കണമെങ്കിൽ ഈ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും, ഒരു വാല്യൂ ഇല്ല. അതെ, ലൈക്ക് അപ്പോൾ ഒരു 100% വർക്കിൽ എന്തായാലും കോൺസെപ്റ്റ് മറക്കണം എന്നുള്ള രീതിയിൽ ലൈക്ക് ഫുൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ വർക്കിലേക്ക് ഫുൾ ഇടുക എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് ഒരു ഓണ്ടർപ്രണർ അയാളുടെ ബിസിനസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്തായാലും ഫുൾ ടൈം ഇരിക്കേണ്ടി വരും. ഇതിനു വേണ്ടി ഉറക്കം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടും. മനസ്സിലായ അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 9 to 5 ജോബ് ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ ബിസിനസ് തുടങ്ങി എന്റെ താഴെ എംപ്ലോയീസിനെ വെച്ചിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. ഒരു ബിസിനസ്സുകാരനായ 24/7 ഫുൾ വർക്കിംഗ് ആയിരിക്കണം. അടുത്ത എന്താണ് നാളെ എന്റെ ബിസിനസ്സിൽ എന്ത് കൊണ്ടുവരാം, എന്ത് പുതുമ കൊണ്ടുവരാം എന്നുള്ള രീതി എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസിനെ എല്ലാത്തിനും മാനേജ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലയൻസിനെ മീറ്റ് ചെയ്യണം, ക്ലയൻസ് ആയിട്ടുള്ള എല്ലാ മന്തും നമ്മളൊരു പ്രോഗ്രസീവ് റിപ്പോർട്ട് നമ്മൾ ചെയ്യണം. 9 to 5 ജോബ് എന്ന് പറഞ്ഞാൽ അതിലും ഉണ്ട്. ലൈക്ക് അതിൽ അത്ര സ്ട്രെസ് ഇല്ല. ആർക്ക് 9 to 5 വർക്ക് ചെയ്താ മന്തിന്റെ ആകുമ്പോ പേയ്മെന്റ് കിട്ടും. ആ ഒരു ബിസിനസ് ആർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് അത്രയും എംപ്ലോയീസിന് ഉണ്ടാവില്ല. എനിക്കിവിടെ തോന്നുന്നത് ലൈക്ക് നമ്മളൊരു പോയിന്റ് എത്തി, നമുക്ക് എല്ലാം കൊടുക്കണം എന്നുള്ളൊരു പോയിന്റ് വന്നു. അവിടെ നമ്മളെല്ലാം കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കായി ജയിക്കും. അവിടെ നമ്മൾ തോറ്റുന്നു വരും, നമ്മളെല്ലാം കൊടുക്കാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ. റൈറ്റ് അല്ലേ? ശരിയാണ്. എന്താണ് ഇപ്പോൾ നാളെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നിങ്ങളുടെ അതേപോലെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? ലൈക്ക് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, എന്ത് അഡ്വൈസ് കൊടുക്കണം? എന്ത് തുടങ്ങുകയാണെങ്കിലും എന്തൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം അതിനെപ്പറ്റി ഒരു നല്ല ഗ്രാഹ്യം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതിൽ നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടോന്ന് നോക്കണം. ചെയ്യുക ബിസിനസ്. ഇപ്പോൾ ഒരു എന്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് വലിയ ഫണ്ട് വെച്ച് ചെയ്യാൻ നിൽക്കരുത്. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഒട്ടും ക്യാപിറ്റൽ ഇല്ല, ഫണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 0 തുടങ്ങാൻ നിൽക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയ ഏജൻസി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഏജൻസി തുടങ്ങാൻ നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്ത് 10-20 സ്റ്റാഫിനെ എംപ്ലോയി ആയിട്ട് വെച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ഈ നമ്മളെന്നൊക്കെ പറഞ്ഞ 0 കോസ്റ്റ് തുടങ്ങിയതാണ്. അതേപോലെ ഈ സർവീസ് ഒക്കെ ഭയങ്കര 0 കോസ്റ്റ് നമുക്ക് തുടങ്ങാൻ പറ്റും. പക്ഷെ അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടാവണം. ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം നെറ്റ്വർക്ക് ഉണ്ടാക്കാന്നാണ്. ഞങ്ങളുടെയൊക്കെ മെയിൻ സമ്പാദ്യം എന്താ വെച്ചാൽ നെറ്റ്വർക്കാണ്. നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ അതിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഫെയിൽ ആവും, പിന്നെയും ചെയ്യാം, ഫെയിലാവും, പിന്നെയും ചെയ്യാം, ഫെയിലാവും. പക്ഷെ അത് ചിലപ്പോൾ 11 പ്രാവശ്യമായിരിക്കും നമ്മൾ അതിൽ സക്സസ് ആവുക. ഞാൻ പറഞ്ഞു നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 20ാമത്തെ വീഡിയോ കണ്ടാണ് ക്ലിക്ക് ആയത്. പിന്നെ അവിടെ നിന്ന് വെച്ചടി മാഷാള്ള കയറ്റി വരണം നമുക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ ഫെയിലാവും, എവിടെയാണോ സക്സസ് ആവണേ അവിടെ നമ്മൾ കയറാൻ നോക്കാം. പിന്നെ സോഷ്യൽ മീഡിയ ഏജൻസി തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ലൈക്ക് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഏജൻസിയാണ് നമ്മൾ ചെയ്യുന്നത്, മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്പൊ അതിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഭയങ്കര സക്സസ് ആയത്. നോർമലായിട്ട് സംഭവം അല്ല നമ്മൾ ചെയ്തത്. അതേപോലെ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് മാർക്കറ്റിംഗ് സൈഡ് എന്ത് ക്രിയേറ്റീവ് ആയിട്ട് ബ്രാൻഡ്സിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയോട് ചിന്തിച്ചിരിക്കണം. എപ്പോഴും ചിന്തിച്ചിരിക്കണം, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നിലവിൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ യൂസ്ഫുൾ ആണ്, ആ ടൂൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാന്നുള്ളത് എപ്പോഴും ഒരു ഓണർ, ഒരു SMM ഓണർ എന്തായാലും അപ്ഡേറ്റഡ് ആയിരിക്കണം. ലൈക്ക് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലാക്കായി തോന്നിയത് എന്റർടൈൻമെന്റ് ആണ്. എല്ലാം ഒരു നോർമൽ രീതിയിൽ ആഡ്സ് പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ചു വൈ നോട്ട് ലൈക്ക് ദിസ്, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ വന്നു. ആ കാറ്റഗറി നിങ്ങൾ ട്രൈ ചെയ്തു, അത് വർക്കായി കണ്ടപ്പോൾ റിപ്പീറ്റ് ചെയ്തു. അതേപോലെ
എല്ലാത്തിലും ഇപ്പൊ അഡ്വർടൈസ്മെന്റ് ഏജൻസി ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന, നമ്മുടെ എന്തെങ്കിലും സിഗ്നേച്ചർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന എന്തായാലും വിജയിക്കും. പിന്നെ പറഞ്ഞുള്ള കാര്യം, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സീറോ തുടങ്ങാൻ നിൽക്കുക. ഇപ്പൊ ഈവൻ റെസ്റ്റോറന്റ് ആണെങ്കിൽ പോലും ആദ്യം നമുക്ക് ക്ലൗഡ് കിച്ചൺ തുടങ്ങാം. ക്ലൗഡ് കിച്ചൺ തുടങ്ങിയിട്ട് അതിൽ നിന്ന് പയ്യെ ഫണ്ട് വന്ന അനുസരിച്ച് നമുക്ക് അത് വലുതാക്കാൻ എക്സ്പാൻഡ് ചെയ്യാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ആദ്യം വർക്ക് ആവുണ്ടോ നോക്കുക, വർക്കായിട്ട് അത് സക്സസ് ആവണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം. ഒരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാൻ പോണ ഒരാൾക്ക് എന്ത് ചെയ്താലാണ് പെട്ടെന്ന് സക്സസ് ആവാന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ക്രിയേറ്റീവ് സൈഡ് നോക്കാന്നുള്ള കാര്യം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് കുറിച്ച് കുറെ റിസർച്ച് ചെയ്യാം. ആ മാർക്കറ്റിംഗ് സൈഡിൽ എവിടെയാണ് ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ എവിടെയാണ് എന്തെങ്കിലും ഒരു സംഭവം ലാക്ക് ആയിട്ടുള്ളതെന്ന് നോക്കാം. എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആ സൊല്യൂഷൻ ഒരു ക്രിയേറ്റീവ് സൈഡായിട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് ഒരു സംഭവം. മനസ്സിലായി. ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഭയങ്കര സക്സസ് ആയി, നമ്മളെല്ലാം ഇതായി എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലയന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉള്ള ക്ലയന്റിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മൾ ഫുള്ള് ഇപ്പൊ സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞവരാണെന്നല്ല നമ്മൾ പറയണത്. ഓക്കെ, സോ അങ്ങനെയാണ് വരുന്ന കാര്യങ്ങളൊക്കെ. അതെ, ഇപ്പൊ ഇത്രയും നേരം നമ്മള് അൽത്താഫ്, അക്കു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ അതെ അതെ. ഇനിയിപ്പോ വാച്ചോളാട്ടാ, ഇനിയിപ്പോ നിന്റെ ഈ ഫ്രണ്ടിൽ ഇരിക്കണ ഇതാരാ, ഈ സംഭവം ആരാ? അഫ്സൽ ഖദർ. ഹൂ ഈസ് അഫ്സൽ ഖദർ? മീറ്റ് അഫ്സൽ ഖദർ. പറ. ഓക്കെ, സോ എൻ്റെ പേര് അഫ്സൽ ഖദർ. ലൈക്ക് ഐ എം എ പേഴ്സൺ ഹൂ ഈസ് ബിൽഡിംഗ് സ്റ്റാർട്ടപ്സ് ആൻഡ് ആൻ ഇൻവെസ്റ്റർ. ലൈക്ക് യങ് ഏജിൽ തന്നെ എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഫാദർ ഓൾറെഡി ഒരു ബിസിനസ് മാൻ ആണ്, ആൻഡ് ആൾ ഓൾറെഡി സക്സസ്ഫുൾ ബിസിനസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല, ടൂറിസം, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ പല സെക്ടറിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ ആൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ ടൈം എൻ്റെ ഫാദറിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ലൈക്ക് അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വർക്കായത്. ലൈക്ക് me and my father have the best relationship. ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ബോയ്സ്, ഏറ്റവും കൂടുതൽ ബോയ്സ് ചിലപ്പോൾ ഫാദറിനായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഫാദറിനായിട്ട് ബെസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും എൻ്റെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ട്രക്ചർ എന്താ വെച്ചാൽ, വി ടോക്ക് അബൌട്ട് ബിസിനസ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഫാദർ കൊടുക്കുന്ന ഒരു ശീലമാണത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും എൻ്റെ സിസ്റ്ററുടെ അടുത്തും ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. ചെറുപ്പം തൊട്ടേ ലൈക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ലൈക്ക് ഈ ഒരു സ്ട്രക്ചറിൽ കടന്ന് വളർന്നുകൊണ്ടാവും ലൈക്ക് എനിക്കും ഇതന്നെ എന്നുള്ളൊരു മൈൻഡായി. ലൈക്ക് ബിസിനസ് ചെയ്യണം, എനിക്കും എന്തെങ്കിലും ആവണം, എനിക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു. ഈ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ പോകുക തന്നെയായിരുന്നു. നമ്മളും ആക്ച്വലി നിങ്ങളുടെ ഒരു ക്ലയന്റ് തന്നെയാണ് സ്കാൻപേ. നമ്മളന്ന് കാലിക്കറ്റ് നിൽക്കുമ്പോഴാണ് അഫ്സലെ വിളിക്കണത്. അഫ്സലല്ലേ വിളിച്ചത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. ഞാനായിട്ടാണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അക്കുന് മെസ്സേജ് അയച്ചു, ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്. ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്ത എന്റെ വേറെ പ്രൊജക്ടിന് വേണ്ടിട്ടായിരുന്നു. ലൈക്ക് ഒരുപാട് പ്രൊജക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വേറെ പ്രൊജക്ടിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഇനീഷ്യലി ഇവഞ്ച്വലി നമ്മള് സ്കാൻപേ ആയിട്ട് എത്തി. നമ്മൾ സ്കാൻപേയിൽ കണക്ട് ആയി. സ്കാൻപേ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ലൈക്ക് പറയാണ്, നമ്മൾ ഓൺലൈൻ ബിസിനസ് നോക്കുക, ഓൺലൈൻ ഷോപ്പിംഗ് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. കസ്റ്റമർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ഓഫ്ലൈൻ ഷോപ്പിംഗ്, കുറേ കാര്യങ്ങൾ അധികം മാറിയിട്ടില്ല. അത് ശരിയാ, ഇപ്പോഴും പഴയ കുറേ കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് പീപ്പിൾ സ്റ്റിൽ വാണ്ട് ഓഫ്ലൈൻ ഷോപ്പിംഗ്. ഓഫ്ലൈൻ ഷോപ്പിംഗ് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ ഫേസ് ചെയ്യണ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ക്രൗഡ്, ക്യൂവിൽ നിൽക്കുക, ലൈനിൽ നിൽക്കുക, ഇതൊക്കെയാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. സ്കാൻപേ ഇതാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ സ്കാൻപേയുടെ അടിയിൽ നമുക്ക് വരുന്ന ഒരു പ്രൊജക്റ്റാണ് സ്കാൻ കൊമേഴ്സ്. സ്കാൻ കൊമേഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി സ്കാൻ, പേ ആൻഡ് ഷോപ്പ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിത്തിൻ ജസ്റ്റ് എ സ്കാൻ പീപ്പിൾ ക്യാൻ പർച്ചേസ് ദ പ്രൊഡക്റ്റ്. എന്തുകൊണ്ട് നമ്മൾ സ്കാനിങ് ചൂസ് ചെയ്തു? ലൈക്ക് ഇന്ത്യയിൽ സ്കാനിങ് ഏറ്റവും ബെറ്റർ ഡിസിഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അതെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആഫ്റ്റർ യു പി ഐ വന്നതിന് ശേഷം ഒരാളെ നമ്മൾ സ്കാൻ ചെയ്യാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്കാനർ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഇതൊന്നല്ലെങ്കിൽ പേയ്മെൻറ്റിനുള്ളതാണ്, അല്ലെങ്കിൽ റിവ്യൂ ഉള്ളതാണ്, അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ ആൾക്കാർക്ക് സെപ്പറേറ്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ ഇനീഷ്യലി സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കാരണം. എല്ലായിടത്തും QR ഉണ്ട്, അവൈലബിൾ ആണ്. ചെറിയ പെട്ടിക്കട മുതൽ വലിയ മോൾസിലാണെങ്കിലും. ആബ്സല്യൂട്ട്ലി. ഇപ്പോൾ സ്കാൻ കൊമേഴ്സിൻ്റെ അടിയിൽ നമുക്ക് വരുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സ്കാൻ പേ ലോക്കർ എന്ന് പറയുന്നത്. സ്കാൻ പേ ലോക്കർ എന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ദ ലോക്കർ. വി ക്യാൻ ജസ്റ്റ് സ്കാൻ
ആൻഡ് പർച്ചേസ് ഇറ്റ്. അത്രയും സിമ്പിളായിട്ട്, നോ സ്റ്റാഫ്, നോ ക്യൂ, നോ ലൈൻസ്, എനിത്തിങ്. നമ്മൾ ഷോപ്പിംഗ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ നോക്കുക. ഷോപ്പിംഗ് ഏറ്റവും ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ നോക്കുക. ഓക്കെ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ പേരുണ്ടാവുക എയർപോർട്ട്, മോൾസ്, അങ്ങനത്തെ സ്ഥലത്താണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അതെ, സ്കാൻ പേ ലോക്കർ സ്കാൻ കൊമേഴ്സിന്റെ അടിയിലുള്ള ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഇനീഷ്യൽ പ്രൊഡക്റ്റ് ആണ്. ഇനി ഇതുപോലത്തെ കുറെ ഇന്നോവേറ്റീവ് റോബോട്ടിക് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഷോപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യാണ്. റോബോട്ടിക്സിന്റെ കാലമുള്ള അതെ അതെ. ലൈക്ക് ബ്രാൻഡ്സിനും നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. അവർക്ക് ഫ്രാഞ്ചൈസി മോഡൽ എടുത്തിട്ട് അവർക്കും ഈ ഇതിന്റെ ഒരു പാർട്ട് ആവാൻ പറ്റും. അതായത് ഇപ്പൊ എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, എനിക്കൊരു പറയാ ഒരു ഷൂസിന്റെ ബ്രാൻഡ് ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യും? കണക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും അതൊന്ന് പറഞ്ഞു. ലൈക്ക് നിങ്ങൾക്കിപ്പോ ഒരു നമ്മൾ സ്കാൻ പേ ലോക്കർ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്. എക്സാമ്പിൾ ഒരു ഷൂ കമ്പനി ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് അവർ ഫ്രാഞ്ചൈസി മോഡൽ. ഫ്രാഞ്ചൈസി മോഡൽ എടുത്തിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് വാക്കിങ്സ് വരുന്ന പ്ലേസസ്, ലൈക്ക് പ്ലേസസ് നമ്മൾ ചൂസ് ചെയ്യുക, ലൈക്ക് മോൾസ്, എയർപോർട്ട്സ്, അങ്ങനത്തെ ഓരോ സെഗ്മെന്റ്സ് ചൂസ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മുടെ സ്കാൻ പേയുടെ ഒരു ലോക്കർ വരും. അതിൽ നിന്നുണ്ടാവും നിങ്ങളുടെ പ്രൊഡക്ട്സ് ആണ്. നിങ്ങളുടെ പ്രൊഡക്ട്സ് എന്നിട്ട് ആൾക്കാർക്ക് സ്കാൻ ചെയ്യുക, ജസ്റ്റ് പർച്ചേസ് ചെയ്യുക. ഒരു ഷൂ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കാൻ ചെയ്യുക, പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ വെക്കുന്നത്. ലൈക്ക് ഞങ്ങൾ വേറൊരു ഷോപ്പിംഗ് കമ്പനി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലല്ല വരുന്നത്. ഷോപ്പിംഗ് എങ്ങനെയാണ് ആവേണ്ടത്, എങ്ങനെ ബെറ്റർ ആക്കേണ്ടത്, അതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ലൈക്ക് കമ്മിങ് ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, ഒരു കാര്യം ചോദിക്കാനുള്ള വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്കാൻ പേ നമ്മുടെ ക്ലയന്റ് ആണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ സർവീസ്, നമ്മുടെ ടെസ്റ്റ് മോണി എന്നുള്ള രീതി എന്തെങ്കിലും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. സ്കാൻ പേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോൾ ചായ ഫ്ലിക്ക് കുറെ ആൾക്കാർക്ക്, കുറെ ക്ലയൻസ് ഉണ്ട് നിങ്ങൾക്ക്, ലൈക്ക് അതിൽ ഡിഫറെന്റ് ആണ് സ്കാൻ പേ. ലൈക്ക് നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലോ ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പിനും ലൈക്ക് ഇന്ത്യയിൽ അങ്ങനെ സ്റ്റാർട്ടപ്സിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്യൂബ് എന്നുള്ളൊരു സ്ട്രക്ചർ ഇല്ല, യൂട്യൂബ് ചാനൽ ഇല്ല. നമുക്ക് യൂട്യൂബ് ഉണ്ട്, 100K സബ്സ്ക്രൈബേഴ്സ് അടിക്കാറായി. അതാണ് എനിക്ക് വ്യത്യാസമായി തോന്നുന്നത്. ലൈക്ക് നോർമൽ ഒരു സ്റ്റാർട്ടപ്പിൽ നമ്മൾ കാണാത്തൊരു സിസ്റ്റമാണ് എന്ത്, ലൈക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടാക്കണം, ഇത്ര വിസിബിലിറ്റി വരണം എന്നുള്ളത്. നമ്മൾ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവരാൻ നോക്കി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ബെറ്ററായി തോന്നുന്നത്. പിന്നെ എൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ലൈക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാദറിൻ്റെ ഒപ്പമാണ്. എൻ്റെ ഫാദറിനുള്ളൊരു മെയിൻ ക്വാളിറ്റിയാണ് ഹി ട്രൈസ് ടു ബിൽഡ് ബിസിനസ് വിത്ത് മൾട്ടിപ്പിൾ പീപ്പിൾസ്. കുറെ ആൾക്കാരായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. ലൈക്ക് അത് കണ്ട് വളർന്നിട്ട് ലൈക്ക് എനിക്ക് എപ്പോൾ നോക്കിയാലും ഒരാളെ കണ്ട് എനിക്ക് ഇനീഷ്യൽ തോട്ട്, ഞാൻ ഒരാളെ കണ്ട് പരിചയപ്പെട്ട് ആളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വിചാരിക്കും. എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഓട്ടോമാറ്റിക്കായി വരുന്നത് ലൈക്ക് എങ്ങനെ ഇയാളായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം, എങ്ങനെ ഇവരുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഒരു തോട്ട് വരുന്നത്. ലൈക്ക് നിങ്ങളെ ചായ ഫ്ലിക്കിനെ കണ്ടപ്പോഴും എനിക്ക് അതാണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത്. നിങ്ങൾക്കും അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെയാണ് നമുക്കിപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് എങ്ങനെ ഇവരായിട്ട് എന്ത് തുടങ്ങാം, ചായ ഫ്ലിക്കിനായിട്ട് എന്ത് തുടങ്ങാം. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി, നമ്മൾ ജസ്റ്റ് കണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മളിപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്ത് തുടങ്ങാം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ തുടങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഫ്ലിക്ലൂസീവ് വന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇത് തുടങ്ങിയിട്ട് നമ്മൾ കുറെ കാലത്തിന്റെ പ്ലാനിങ്ങും കുറെ കാലത്തിനൊക്കെ ശേഷം എന്ത് തുടങ്ങും എന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് 3 മാസത്തെ ഒരു പ്ലാനിങ് ഫ്ലിക്ലൂസി തുടങ്ങി. എന്റെ മേജർ കൺസേൺ ആയിരുന്നു ലൈക്ക് എനിക്ക് നിങ്ങളായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്, മറ്റേ ചായ ഫ്ലിക്കിനായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. അപ്പൊ എന്ത് തുടങ്ങും? എനിക്ക് തുടങ്ങുമ്പോൾ എന്തായാലും ഒന്നേലും നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പിന്നെ അത് എനിക്കും മാച്ച് ആവണം. അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ തുടങ്ങാൻ പറ്റുക. ലൈക്ക് ജസ്റ്റ് നമ്മൾ നാളെ വേറൊരു നമ്മൾ തീരെ ബന്ധമില്ലാത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇവിടെയും ജമീൽ തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ എല്ലാ സ്റ്റാർട്ടിങ്ങിൽ ജമീലുള്ള പോലെ ഇവിടെയും ജമീല പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ടൊരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കൂടാ, നമുക്ക് എന്തുകൊണ്ടൊരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കൂടാ, നമുക്ക് ആളുകൾക്ക് ആക്ച്വലി വാല്യൂ കൊടുക്കുന്ന ഒരു പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. പക്ഷെ ഞാൻ ഒരു ചോദിക്കട്ടെ, ഇപ്പൊ നോർമൽ കുറെ പോഡ്കാസ്റ്റിംഗ് അറിയുന്നുണ്ട്, പക്ഷെ ആ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് ഫ്ലിക്ലൂസീവ് എങ്ങനെയാണ് വേറിട്ടേക്കുന്നത്? ലൈക്ക് കേരളത്തില് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പ്രൊഫഷൻ ആവട്ടെ, കരിയർ ആവട്ടെ, ബിസിനസ് ആവട്ടെ, സ്റ്റാർട്ടപ്പ് ആവട്ടെ, എന്തും ആക്ച്വലി ഒരു സംഭവം ബിൽഡ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ.
അവർക്ക് ആക്ച്വലി നമ്മൾ വാല്യൂ കൊടുക്കും. നമ്മൾ കൊണ്ടുവരുന്ന ഗസ്റ്റും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്യേണ്ടത്. കാരണം കേരളത്തിൽ കുറേ കാര്യങ്ങളുണ്ടാവും. പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും ബിസിനസ്സോട് ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. കാരണം നമ്മളത് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സ്ട്രഗിൾ ഇല്ല. റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവൂല. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ഇതിൽ നമ്മുടെ നാട്ടില് ഒരു മേജർ ചിന്താഗതിയാണ് ദുബായിൽ പോവുക. ഇപ്പൊ നേരത്തെ അക്കുവല്ല, അക്കുവിന്റെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നു ദുബായിൽ പോകണം, ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ്. ദുബായി പോവുക എന്നാൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ബട്ട് ആക്ച്വലി എൻ്റെ ഒരു ഞാൻ നോക്കുകയാണെങ്കിൽ ദുബായിൽ ആക്ച്വലി ബിസിനസ് ബിൽഡ് ചെയ്യാൻ ടഫാണ്. കമ്പാരിറ്റീവ്ലി കേരളത്തിനേക്കാൾ ടഫാണ് ദുബായിൽ ആക്ച്വലി ബിസിനസ് ബിൽഡ് ചെയ്യാൻ. എന്തുകൊണ്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നത് ലൈക്ക് മെജോറിറ്റി അവിടെയാണ്. നമ്മളൊരു വീട്ടിലുണ്ടെങ്കിൽ 4 ആണുങ്ങളും ഇപ്പോൾ ദുബായി പോയി പൈസ ഉണ്ടാക്കി. 5ാമത് വെക്കണ ഒരാൾ എനിക്ക് ഓട്ടോമാറ്റിക്കായി തോന്നും എനിക്കും ദുബായ് പോയാലാവും പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമായിരുന്നു ദുബായ് പോവുക ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു സംഭവം കാരണം ആൾക്കാർ അവിടെ പോയിട്ട് ഈസിയാണ് തോന്നുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് ആൾക്കാർക്ക് എളുപ്പം തുടങ്ങാൻ. സോ കേരളത്തിൽ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇമ്മൻസ് എമൗണ്ട് ഓഫ് വാല്യൂ കൊടുക്കുന്ന ഒരു ചാനൽ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഫ്ലിക്ലൂസീവ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് അച്ചീവ്മെന്റ്സ്. ലൈക്ക് ചായ ഫ്ലിക്ക് തുടങ്ങിയിട്ട് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഇതുവരെ ചായ ഫ്ലിക്ക് അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ചോദ്യം. ഞാൻ ആലോചിച്ചിരിക്കുന്ന അഫ്സൽ എന്തുവരെ ചോദിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും. ഓൾറെഡി നിങ്ങൾ കുറെ അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. കാരണം ഇൻഡസ്ട്രിയിൽ ചായ ഫ്ലിക്ക് എന്നുള്ളൊരു പേര് ഓൾറെഡി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തെന്ന് എനിക്കറിയാം, കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെന്ന് അറിയാം. പക്ഷെ ഇത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് 6 months നമ്മൾ വ്യൂവർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1.8 billion വ്യൂസ് ആണ് നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത്. 1.8 billion വ്യൂസ് ടോട്ടൽ 6 months. ടോട്ടൽ ക്ലയൻസിന്റെ യൂട്യൂബും ഇൻസ്റ്റയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അത് പോരാത്തതിന് നമ്മുടെ 5 ക്ലയന്റിന്റെയും യൂട്യൂബ് ചാനലിൽ നമ്മൾ സിൽവർ ബട്ടൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബോണസ്. അതെ. പിന്നെന്ന് പറഞ്ഞാൽ നിയർവാല നേരത്തെ അക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവർക്ക് കിട്ടിയേക്കുന്നത് 1 lakh+ ഡൗൺലോഡ്സ് ആണ് അവർക്ക് കിട്ടിയേക്കുന്നത്. അതൊരു നിസ്സാര സംഭവം അല്ല. ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഒരു 2 വീഡിയോ ഒരു 1 lakh ഡൗൺലോഡ്സ് കിട്ടാന്ന് ഒരു കമ്പനിക്ക് ഇനീഷ്യലി തന്നെ ലൈക്ക് ഒരു 1 lakh ഫോളോവേഴ്സ് കിട്ടുന്നത് വേറെ 1 lakh ഡൗൺലോഡ്സ് ആണ്. 1 lakh ഡൗൺലോഡ്സ് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ക്ലയന്റ് ഹാപ്പിയാണല്ലോ. 1 lakh ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സാറ് സംഭവമല്ല. പിന്നെ ഞങ്ങൾ ഹാപ്പി ആയ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേഷൻ ഏജൻസി അവാർഡ് ഒരു ബിസിനസ് കോൺക്ലേവിൽ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2026 നമുക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലും സെയിം കോണ്ടന്റ് ക്രിയേഷൻ ഏജൻസി അവാർഡ്, അങ്ങനെ 2 കോണ്ടന്റ് ക്രിയേഷൻ ഏജൻസി അവാർഡ് ചായ ഫ്ലിക്ക് മീഡിയക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആൾക്കാർ നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ലൈക്ക് നമ്മൾ ഫ്ലിക്ലൂസീവ് തുടങ്ങിയ കാര്യത്തിലേക്ക് എത്താം. നമ്മളിപ്പോ ഒരു ഏകദേശം 1 ഇയറോളായി നമ്മൾ മീറ്റ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ ഫ്ലിക്ലൂസീവ് എന്ത് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന മേജർ കൺസേൺ എന്ന് വെച്ചാൽ ഇവരായിട്ട് എങ്ങനെ എന്ത് തുടങ്ങും. ലൈക്ക് ഇവരുടെ ഫീൽഡിൽ റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഇവർ ഓൾറെഡി അതിൽ ഓവർ അച്ചീവേഴ്സാ. നിങ്ങൾ ചായഫ്ലിക്ക് ഓൾറെഡി കുറെ അച്ചീവ് ചെയ്തതാണ് അവരാ ഇൻഡസ്ട്രിയിൽ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് തുടങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ജമീൽ തന്നെ വന്നത്. ജമീലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കൂടാ. കേരളത്തിലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ. കാരണം നമ്മൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്തതാണ്. ഞാൻ എന്തുകൊണ്ട് നമുക്കത് ആൾക്കാർക്ക് ഷെയർ ചെയ്തുകൂടാ. ഞാൻ തുടങ്ങാനായിട്ട് കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്കും ഒരു വാല്യൂ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള സിസ്റ്റത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഓണേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നിനക്ക് അല്ലേ? ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 1 year. അപ്പോ ഓൾറെഡി അതുകൊണ്ട് ഇവരുടെ ഒരു ഗൈഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓഫീസും കാര്യങ്ങളും എടുത്തിട്ടില്ല. നമ്മളൊരു നേരെ അവിടെയുള്ള ഒരു കൾച്ചറാണ് നമ്മുടെ ഇവിടെ ഇംപ്ലിമെന്റ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കിപ്പോ നേരത്തെ അൽത്താഫ് പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് ഒരു ഓഫീസ് ബിൽഡ് ചെയ്യല്ലേ ചെയ്തത്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നു, നമുക്ക് ഓഫീസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എടുക്കാറുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ലൈക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഹൗസ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ അവിടെ ഡെയിലി ഡിസ്കഷൻസ് നടത്തി അവിടെ നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. അത്
ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് കാരണം അന്ന് നമ്മൾ അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കുറെ ബിസിനസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. റൈറ്റ്. കാരണം അന്ന് നമ്മൾ നിന്നുകൊണ്ടാണ് ഇന്നിപ്പോ ഫ്ലിക്ലൂസീവ് ഉണ്ടായത്. കാരണം അന്ന് ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ അന്ന് ജമീലിനായിട്ട് രാത്രി ചായ കുടിച്ചിട്ട് ബിസിനസ് എന്ത് തുടങ്ങും, ബിസിനസ് തുടങ്ങും എന്നുള്ള ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി ബിസിനസ് തുടങ്ങി, നമുക്ക് ഒരുമിച്ച് എന്ത് തുടങ്ങാം. അത് അങ്ങനെ ഒരു ഡിസ്കഷനിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് ഫ്ലിക്ലൂസീവ് എന്നുള്ളൊരു സംഭവം നമുക്ക് വന്നത്. ഇതില് നമ്മൾ കുറെ ഹേർഡിൽസ് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഒരു പേരിടാൻ വേണ്ടിയിട്ട് അയ്യോ പേരിടാൻ വേണ്ടിട്ട് അൽത്താഫ് എന്തോ ഒരു പേര് പറഞ്ഞു, C2C. പക്ഷെ അങ്ങനെ അവസാനം നമ്മള് പേര് അതിന്റെ ഇടയിൽ നമുക്ക് വേറെ ഹേർഡിൽസ് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കുറെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പോയി, നമുക്ക് അവിടെ ഒരു ബാക്ക്ലാഷ് ഉണ്ടായി. നമ്മുടെ ഫണ്ട് കുറച്ച് ഇറങ്ങി, അവിടെ വേറെ ബാക്ക്ലാഷ് ഉണ്ടായി. അങ്ങനെ ലൈക്ക് പക്ഷെ നമ്മൾ തീരുമാനിച്ചു എന്തായാലും നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ഇതുണ്ടാവും, എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തായാലും കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, കുറെ നഷ്ടങ്ങളും സംഭവിക്കും. അവിടെ തളരാണ്ട് പിടിച്ചേക്കുക എന്നുള്ളതാണ്. അതിപ്പോ എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും അതെ, എനിക്ക് തോന്നുന്നു എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അത് ഞാൻ ഫേസ് ചെയ്തതാണ്, നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചാഫ്ലിക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്റെ ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ. ലൈക്ക് എന്തായാലും ഇനീഷ്യലി ഒരു ഹേർഡിൽ ഉണ്ടാവും, അത് നമ്മൾ പാസ് ചെയ്ത് പോകണം. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഫ്ലിക്ലൂസി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു നമ്മൾ ഓൾറെഡി യൂസ്ഡ് ആയി, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഇതിൽ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിത് പിന്നെ നമ്മൾ വിചാരിച്ചു, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു, ആരാവും ഫസ്റ്റ് എപ്പിസോഡിലെ ഗസ്റ്റ് എന്നുള്ളൊരു പിന്നെ ഡിസ്കഷൻ വന്നത്. നമുക്ക് പേര് കണ്ടുപിടിച്ചു, ഇനി ആരാണ് അടുത്ത മറ്റേ ഗസ്റ്റ് ആരാ വരുന്നത്. അങ്ങനെ നമ്മൾ കുറെ നമുക്ക് ഓൾറെഡി കുറെ ഗസ്റ്റ് നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മൾ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് വിചാരിച്ചു. അവിടെയും ജമീൽ തന്നെ, അവിടെയും ജമീൽ തന്നെയാണ് പറഞ്ഞത്, എല്ലായിടത്തും ഫോണെടുത്തും ജമീൽ. ജമീൽ എവിടെ, അങ്ങനെ ചോദ്യം തന്നെ. ഇവിടെയും ജമീൽ തന്നെ പറഞ്ഞത് ഫ്യൂച്ചറിൽ നമ്മൾ ജമീലിനെ കൊണ്ടുവരും, നമ്മളിവിടെ കൊണ്ടുവരും. അതെ, നമ്മളിവിടെ കൊണ്ടുവരും, നമ്മൾ ഫ്ലിക്ലൂസീവില് കൊണ്ടുവരും, ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ലൈക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ ആരെ കൊണ്ടുവരും എന്നുള്ള ചോദ്യത്തിന് ജമീലാണ് സജസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ട് നമുക്ക് തന്നെ നിന്നൂടാ, എന്തുകൊണ്ട് ചായഫ്ലിക് അഫ്സൽ ഖദീർ, ഇത് ആരാണ്, ഇവരൊക്കെ ആരാണ്, എന്താണ് ചായഫ്ലിക്ക്, എന്താണ് അഫ്സൽ ഖദീർ ആരാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി ചെയ്തുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ യങ് ഓൺടർപ്രണേഴ്സിന് വാല്യൂ കൊടുക്കുന്ന ഒരു ചാനൽ, നമ്മുടെ കയ്യിൽ ഓൾറെഡി അച്ചീവ് ചെയ്ത ആൾക്കാരാണ്, യങ് ഓൺടർപ്രണേഴ്സ് ഓൾറെഡി അച്ചീവ് ചെയ്ത ആൾക്കാരാണ്, എന്തുകൊണ്ട് അവർ ചെയ്തുകൂടാ, അങ്ങനെ ഒരു തോട്ട് വന്നു നമുക്ക്. അങ്ങനെയാണ് ഫ്ലിക്ലൂസീവ് സ്റ്റാർട്ട് ആയത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഇപ്പൊ പണ്ടെന്നൊക്കെ പറയുമ്പോ ഞാനൊക്കെ +2 പഠിച്ചിറങ്ങുന്ന സമയത്ത് എനിക്ക് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മ ഒരു സ്റ്റാർട്ടപ്പിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 8,000 സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തേക്കുന്നത് 2026 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ. അന്ന് ഞാൻ 2022 ഞാൻ പാസ് ഔട്ട് ആവുന്ന സമയത്ത് എടുത്ത് നോക്കിയാണെങ്കിൽ വെറും 1,700 സ്റ്റാർട്ടപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്, ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, അവർക്ക് വേറെ രീതിയിൽ ഈ പറഞ്ഞ പോലെ 9 to 5 ജോബ്സ് ഒന്നും ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടരാണ് ഈ പറഞ്ഞ പോലെ ജെൻസി പിള്ളേര്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് സംഭവം, ന്യൂ ഓൺടർപ്രണേഴ്സിന്റെ ജനനം ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഓൾവേസ് തോന്നിയൊരു കാര്യമാണ്, ഇപ്പോൾ ലൈക്ക് IIT ആൾക്കാർ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കുന്നു, അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ലൈക്ക് അതിനുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഫ്രം ദ day 1 onwards അവർ ബിസിനസിനെ കുറിച്ചിട്ടും സ്റ്റാർട്ടപ്സിനെ കുറിച്ചിട്ടും ടെക്കിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവഞ്ച്വലി ഇവർ ഡെയിലി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവഞ്ച്വലി ഇവരൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാണ്. എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഉണ്ടായത്, ഞാൻ എൻ്റെ ഫാദറിനായിട്ട് ഡെയിലി ഓരോ ബിസിനസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ഇവഞ്ച്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ലെവലെത്തി. നമ്മുടെ കേസിലും അതുണ്ടായത്, നമ്മുടെ കേസിലാണ് നമുക്ക് അതുണ്ടായത്. നമ്മൾ ഒരു വീടെടുത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഹൗസ് സെറ്റ് ചെയ്തപ്പോൾ, സ്റ്റാർട്ടപ്പ് ഹൗസ് സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡെയിലി ബിസിനസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവരുടെ ചായഫ്ലിക്ക് അവരുടെ ക്ലയൻസിന് അവരുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഡെയിലി ഓരോ സംസാരം വരുമ്പോൾ ഇവഞ്ച്വലി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പിയർ ഗ്രൂപ്പ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ്. നമ്മൾ ഏത് കൂട്ടത്തിലാണ് നിൽക്കുന്നത്, കൂട്ടത്തിൽ എന്താണോ സംസാരിക്കുന്നത്, അതാണ് നമ്മൾ ഇവഞ്ച്വലി നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്ലിക്ലൂസീവ് തുടങ്ങി. ഇനി അങ്ങോട്ട് ഭാവിയിൽ നല്ല നല്ല എപ്പിസോഡുകളും നല്ല നല്ല ഗസ്റ്റുകളും ഉണ്ടാവും. അതെ, ആൾക്കാർക്ക് ന്യൂ ഓൺടർപ്രണേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ചാനലായിട്ട് മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്, അല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവട്ടെ. ഉണ്ടാവും. അങ്ങനെ അപ്പൊ എന്നാ എങ്ങനെ മൈൻഡ് ചെയ്യല്ലേ? ഓക്കെ.
ബൈ. താങ്ക് യു.